സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ബ്രാഹ്മണേഭ്യോ മഹദ്ഭ്യശ്ച വേദവിദ്ഭ്യോ വിശേഷതഃ പുരാണശാസ്ത്രവിദ്ഭ്യശ്ച സർവേഭ്യോ വൈ നമോ നമഃ. ഭവന്തഃ സർവജ്ഞാഃ സകലഭുവനേരൂഢയശസോ വയം താവദ്ബാലാഃ സരസവചനേനൈവ നിപുണാഃ. തഥാപീയം വാണീ വിശതു ഭവതാം കർണകുഹരേ കിശോരസ്യാലാപഃ ഖലു ഭവതി പിത്രോരതിമുദേ. വിദ്വന്നദീവ്രാതസഹസ്രപൂർണം തഥാ സഹസ്രപ്രഭുരത്നപൂർണം വേദാന്തവാക്യാർത്ഥതരംഗലോലം സഭാസമുദ്രം പ്രണമാമി മൂർധ്നാ. വിദിതചതുരഭാഷാ ഭാരതീ ബാലഭൂഷാ വ്യപഗതബഹുദോഷാ ചന്ദ്രികോദ്യന്മനീഷാ. ഹൃദയതിമിരപൂഷാ ജ്ഞാനവിദ്യാവിശേഷാ മമ ഭവതു സുദോഷാ ഭൂസുരാണാം സഭൈഷാ. യേ നീരിതാഃ പ്രവർത്തന്തെ പ്രാണിനസ്വേഷു കർമ്മസു തം വന്ദേ പരമാത്മാനം സ്വാത്മാനം സർവദേഹിനാം. യസ്യ പാദാംശു സംഭൂതം വിശ്വം ഭാതി ചരാചരം പൂർണ്ണാനന്ദം ഗുരും വന്ദേ തം പൂർണ്ണാനന്ദവിഗ്രഹം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. എല്ലാ സുഹൃതികൾക്കും നമസ്കാരം. ഋഷഭദേവൻ്റെ ആത്മോപദേശം. എങ്ങനെയുള്ള ഉപദേശമാണ്? നമ്മളത് കണ്ടു അല്ലേ? ഗൃഹസ്ഥധർമ്മത്തിലിരുന്നു കൊണ്ട് എങ്ങനെ മുക്തിക്കായിട്ടുള്ള വഴി തേടാം എന്ന് വ്യക്തമായി പറഞ്ഞു തരിക. അതായത് നമ്മളെപ്പോലുള്ള ആളുകൾക്കൊക്കെയുള്ള യോഗ്യമായിട്ടുള്ള വഴി. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 4 ശ്ലോകങ്ങൾ മാത്രമാണ് നോക്കിയത്, അതേ പറ്റിയുള്ളൂ. ഇന്ന് എന്തായാലും ഒരു 14 ശ്ലോകം നോക്കണം. കൂടെ കൂടെ ഇങ്ങനെ വരിക എന്നുള്ളത് അല്ലേ, നിങ്ങൾക്കും ബുദ്ധിമുട്ടാണ്, എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലേ അല്ലേ? അപ്പം അതുകൊണ്ട് ഒന്ന് നമുക്ക് കുറച്ച് വേഗത്തിൽ ഇന്ന് പോയി നോക്കാം. അതിനു മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ ചൊല്ലിയ 4 ശ്ലോകം നമുക്കൊന്നിച്ചൊന്ന് ചൊല്ലാം. അപ്പോൾ ഒന്ന് തുടങ്ങാം അല്ലേ? തുടങ്ങല്ലേ? നായന്തേഹോ ദേഹഭാജാം നൃലോകേ കഷ്ടാൻ കാമാനർഹതേ വിഡ്ഭുജാം യേ. തപോ ദിവ്യം പുത്രകായേന സത്വം ശുദ്ധ്യേത് യസ്മാത് ബ്രഹ്മസൗഖ്യം ത്വനന്തം. മഹത്സേവാം ദ്വാരമാഹുർവിമുക്തേ തമോദ്വാരം യോഷിതാം സംഗിസംഗം. മഹാന്തസ്തേ സമചിത്താഃ പ്രശാന്താ വിമന്യവഃ സുഹൃദഃ സാധവോ യേ. യേ വാമയീശേ കൃതസൗഹൃദാർത്ഥാ ദേഹം ഭരവാർത്തികേഷു. ഗൃഹേഷു ജായാത്മജരാതിമത്സു ന പ്രീതിയുക്താ ദേഹയോഗേന താവത്. നൂനം പ്രമത്തഃ കുരുതേ വികർമ്മ യദിന്ദ്രിയപ്രീതയ ആപ്രണോതി. ന സാധു മന്യേയത ആത്മനോയം അസന്നപി ക്ലേശദ ആസദേഹ. ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ തവണ നോക്കിയത്. ഇനി നമുക്ക് 5-ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. അന്ന് ചൊല്ലിയ പോലെ തന്നെ ഞാൻ ആദ്യം ഒന്ന് ചൊല്ലും, അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ക്രമം അനുസരിച്ച് ശീലിക്കാം. പരാഭവസ്താവദബോധജാതോ യാവന്ന ജിജ്ഞാസത ആത്മതത്വം യാവത് ക്രിയാസ്താവദിദം മനോ വൈ
കർമാത്മകം യേന ശരീരബന്ധ. ഇനി ഞാൻ ചൊല്ലും, കൂടെ ചൊല്ലണം. പരാഭവസ്താവദബോധജാതോ ആത്മതത്വം യാവത് ക്രിയാസ്താവദിദം മനോ വൈ കർമാത്മകം യേന ശരീരബന്ധ. ചൊല്ലിയാലോ? അത് മനസ്സിൽ പതിഞ്ഞു തോന്നുന്നു അല്ലേ? വായിച്ച് വായിച്ച് വായിച്ച്. എന്തായാലും ആദ്യം ഈ ഭാഗത്തുള്ളവരൊന്ന് ചൊല്ലുക, അത് കഴിഞ്ഞിട്ട് ആദ്യം ഞാൻ ചൊല്ലാം, അപ്പം ഉണ്ടാതിരിക്കുക. അത് കഴിഞ്ഞ് ഞാൻ നിർത്തിയാൽ അവിടെ തുടങ്ങുക, ആ 2 വരി അവിടെ നിർത്തി അവിടെ തുടങ്ങുക. നോക്കാം. പരാഭവസ്താവദബോധജാതോ യാവന്ന ജിജ്ഞാസത ആത്മതത്വം യാവത് ക്രിയാസ്താവദിദം മനോ വൈ കർമാത്മകം യേന ശരീരബന്ധ. തോന്നുന്നത് ചായയുടെ സമയം കുറച്ചും കൂടി നേരത്തെ ആക്കണമെന്നാണ് ഇപ്പം, അല്ലേ? തോന്നിയില്ലേ? ശരി, അപ്പോൾ നമുക്ക് ഇനി അതിൻ്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാം. പരാഭവ പദച്ഛേദാണ്. താവത് അബോധജാത യാവത് ന ജിജ്ഞാസത്തെ. എന്താ അങ്ങനെ? ജിജ്ഞാസത എന്നല്ലേ ഉള്ളൂ. എന്താ അന്വയം പറഞ്ഞപ്പോൾ ജിജ്ഞാസത്തെ എന്നാക്കിയത്? അതങ്ങനെയാണ്, അവിടെ സന്ധി വന്നിട്ട് ഇത് കാണാണ്ടേതാ. ജിജ്ഞാസത്തെ ആത്മതത്വം യാവത് ക്രിയാഃ താവത് ഇദം മനഃ വൈ കർമാത്മകം യേന ശരീരബന്ധഃ. ഇതാണ് അതിൻ്റെ പദച്ഛേദം. ഇനി അന്വയത്തിലേക്ക് കടന്നാലോ? യാവത് ആത്മതത്വം ന ജിജ്ഞാസത്തെ. യാവത് ആത്മതത്വം ന ജിജ്ഞാസത്തെ താവത് അബോധജാതഃ പരാഭവഃ ഭവേത്. അല്ലെങ്കിൽ സ്യാത്. ആ ക്രിയാപദം അവിടെ കാണില്ല. ഭവേത്. ഒന്നുകൂടെ നോക്കാം. യാവത് ആത്മതത്വം ന ജിജ്ഞാസത്തെ താവത് അബോധജാതഃ പരാഭവഃ ഭവേത്. സംസ്കൃത വാങ്മയത്തിൽ പലയിടത്തും കാണുന്ന ഒരു പ്രത്യേകതയാണ് ഇത്തരം ഉപമകൾ. നോക്കൂ, അവിടെ ഒരു പ്രയോഗമുണ്ട്, യാവത് താവത്. യാവത് താവത്. ഇതുപോലെ പല പ്രയോഗങ്ങളും കാണാം. യഥാ തഥ, യദ്യപി തഥാപി, യദി തർഹി, ഇങ്ങനെയൊക്കെ കാണാം. ഇത് മറ്റൊരു ഭാഷയിൽ നമുക്ക് അങ്ങനെ ഇത്ര മനോഹരമായിട്ട് കാണാൻ സാധിക്കില്ല. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? യാവത്. എന്താ അർത്ഥം? ഇവിടെ അർത്ഥം എന്താ? എതുവരേക്കും. താവത്ത്, അതുവരെ. ഏത് കാലം വരെ? ആ കാലം വരെ. ഇവിടെ എന്താ പറഞ്ഞത്? യാവത്ത് ആത്മതത്വം ന ജിജ്ഞാസത്തെ. ആത്മതത്വം എന്തെന്നുള്ളത് ഏത് കാലം വരെ നമ്മൾ അറിയാൻ ശ്രമിക്കുന്നില്ലയോ, ജിജ്ഞാസത്തെ. ജിജ്ഞാസ എന്താ?
ജ്ഞാതും ഇച്ഛ, അറിയാനുള്ള ആഗ്രഹം. എന്തിനെക്കുറിച്ച്? ആത്മതത്വം എന്തെന്ന് അറിയാനുള്ള ആഗ്രഹം. എന്താ ആത്മതത്വം അല്ലേ? ഇവിടെ അതൊന്നുമല്ല ആഗ്രഹം, പറയാതെ വയ്യ. ഇന്നലെ ആ വടകര പോകാൻ വേണ്ടി ഫറോക്ക് റെയിൽവേ സ്റ്റേഷനിൽ, ഇവിടെ പോലീസുകാരൊന്നും ഇല്ലല്ലോ അല്ലേ, വടകര ഫറോക്ക് റെയിൽവേ സ്റ്റേഷനിൽ അങ്ങനെ ആളൊഴിഞ്ഞ ഭാഗത്തിരിക്കുമ്പോൾ 2-3 പേര് മഫ്റ്റിയിൽ പോണുണ്ട്. ഉറപ്പായി എന്തോ കേസുണ്ട്. വെറുതെ ഒന്ന് പിന്നാലെ ഒരു കുതൂഹലത്തിന് ഇങ്ങനെ ഏന്തി നോക്കി. അങ്ങ് അകലെ ഒരു മൂലയ്ക്കൽ 3 പയ്യന്മാരെ പിടിച്ചിരിക്കണു. ഒരുത്തൻ ചാടി ഓടി രക്ഷപ്പെട്ടു. പിടിച്ചവരെ നല്ല ഭേദ്യം ചെയ്യാം. ആരും കാണില്ല ഭാഗ്യത്തിന്, വീഡിയോ എടുക്കാനൊന്നും ആരുമില്ല, നമുക്ക് ഏതായാലും ആ ഏർപ്പാടില്ല. ഭേദ്യം ചെയ്ത് നോക്കുമ്പോൾ എന്താ, ഈ പറഞ്ഞ MDMA, കഞ്ചാവ് തുടങ്ങിയവ ഒഴിഞ്ഞ ഭാഗത്ത് പ്ലാറ്റ്ഫോമിലിരുന്ന് പാക്ക് ചെയ്യുക. ഈ ഭാഗത്ത് ആരും വരില്ല, യാത്രക്കാർ പോലും വരില്ല, കാരണം എഞ്ചിൻ നിൽക്കണ ഭാഗം. 3 എണ്ണത്തിനെ പിടിച്ചു കൊണ്ടുപോവുക. അപ്പോൾ പലരുടെയും ജിജ്ഞാസ എവിടെയാ? ഇതിലാണ്. അതെന്താണ്? അതിൻ്റെ രുചി എന്താ? അതിൻ്റെ ഭാവം എന്താ? അത് കഴിച്ചാൽ എന്താ? കാശുണ്ടാക്കിയാൽ എന്താ? കാശുണ്ടാക്കൽ എങ്ങനെയാ? അതിലേക്കാണ് ചിന്ത പോണത്. ആത്മതത്വം എന്തെന്ന് അറിയാനുള്ള ആഗ്രഹം ഉണ്ടോ ഇല്ലയോ? അത് വലിയൊരു ചോദ്യമാണ്. ആചാര്യസ്വാമികൾ പറയും, ആത്മാവിനെ കുറിച്ച് പറയുമ്പോൾ, വാചാ വക്തുമശക്യമേവ മനസാ മന്തും ന വാ ശക്യതേ സ്വാനന്ദാമൃതപൂരപൂരിത പരബ്രഹ്മാംബുധേർവൈഭവം അംഭോരാശിവിശീർണവാർഷികശിലാഭാവം ഭജന്മേ മനഃ യസ്യാം ശാം ശലവേ വിലീനമധുനാനന്ദാത്മനാ നിർവൃതം. ആത്മതത്വം എന്ന് പറയുന്നത് ചില്ലറ സാധനമൊന്നുമല്ല. ഏതൊന്നിനെ അറിഞ്ഞു കഴിഞ്ഞാലാണോ ഇനി ഒന്നും അറിയേണ്ടതായിട്ട് അവശേഷിക്കാത്തത്? അങ്ങനെ ഉണ്ടല്ലോ. ഏതൊന്നറിഞ്ഞാലാണോ ഇനി അതിനപ്പുറം ഒന്നിനെക്കുറിച്ച് അറിയാനില്ല. അതാണ് ആത്മതത്വം. അതാണ് ആചാര്യസ്വാമികൾ പറഞ്ഞത്, വാചാവക്തുമശക്യം. വാക്കുകൊണ്ട് പറഞ്ഞൊപ്പിക്കാൻ പറ്റുമോ? ഇല്ല. മനസാ മന്തും നശക്യതേ. മനസ്സുകൊണ്ട് ചിന്തിച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇതാണ് ആത്മതത്വം. അതും പറ്റില്ല. സ്വാനന്ദാമൃതപൂരപൂരിത പരബ്രഹ്മാംബുധേർവൈഭവം. ഇതൊരു ഈ ബ്രഹ്മം എന്ന് പറയുന്നത് ഒരു മഹാസാഗരമാണ്. അതിൻ്റെ വൈഭവം പറഞ്ഞോ ചിന്തിച്ചോ നമുക്ക് സങ്കല്പിക്കാനേ സാധിക്കില്ല. എന്നിട്ടോ അംഭോരാശിവിശീർണവാർഷികശിലാഭാവം. എൻ്റെ അവസ്ഥ എന്താ? ആചാര്യസ്വാമികൾ പറയാണ്, ഞാൻ എങ്ങനെയാ കൊല്ലത്തിലൊരിക്കൽ എപ്പോഴോ പാറപ്പുറത്ത് വെള്ളം വീഴുമ്പോൾ ആ വെള്ളത്തിൻ്റെ അവസ്ഥ എന്താ ഉണ്ടാവുക? താഴുക, വറ്റിപ്പോവും. അടുത്ത തുള്ളി വീണാലോ അതും പറ്റും. അങ്ങനെയാണ് ഇപ്പം എൻ്റെ അവസ്ഥ അല്ലേ? ഇങ്ങനെ എന്താ പറയുക, ഉണങ്ങിക്കിടക്കുക. എന്ത് ഉപമ പറയേണ്ടത് നിശ്ചയില്ല. അങ്ങനെയുള്ള എനിക്ക് ഈ ബ്രഹ്മാനുഭൂതി കുറേശ്ശെ 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 കിട്ടുമ്പോൾ അല്ലേ, അതിൻ്റെ ഒരു അവസ്ഥ അത് വർണ്ണിക്കാനേ സാധ്യമല്ല. ആനന്ദ ആത്മനാനുവൃതം, അതിനെക്കുറിച്ച് വർണ്ണിക്കാനേ സാധ്യമല്ല. അപ്പോൾ ഇതാണ് ആത്മതത്വം. ഈ ആത്മതത്വത്തെക്കുറിച്ച് അറിയാനുള്ള ആഗ്രഹം ഏതുവരെ നമുക്കില്ലാതിരിക്കുന്നുവോ താവത്ത് അബോധജാത പരാഭവ സ്യാത്. അതുവരയ്ക്കും നമ്മളിൽ എന്തുണ്ടാവും? ബോധമില്ലായ്മയിൽ നിന്നുണ്ടാകുന്ന പരാഭവം, പരാജയം, തിരസ്കാരം. മനസ്സിലാവില്ലേ? മനസ്സിലായില്ല? ഇല്ലല്ലോ. ആത്മതത്വത്തെക്കുറിച്ച് അറിയാനുള്ള ആഗ്രഹം ഇപ്പം ഉണ്ടോ? ഉണ്ടോ? തലയാട്ടലേ ഉള്ളൂ, മറ്റൊന്നുമില്ല. ദേവീ മഹാത്മ്യത്തിൻ്റെ ഗ്രൂപ്പിലൊക്കെ ഉണ്ട്. എന്താ മഞ്ചേരി എവിടെയോ അയുധചണ്ഡി മഹായാഗം നടക്കുന്നുണ്ട്. 8 or 10 ഗ്രൂപ്പായി. രാത്രി ആയിക്കഴിഞ്ഞാൽ ദേവീ മഹാത്മ്യ പാരായണം, അർഗളം കീലകം എന്നൊക്കെ പറഞ്ഞ് ഗംഭീര പാരായണ. ആ പുസ്തകം ഇങ്ങോട്ട് അടച്ചു വെച്ച് കഴിഞ്ഞാൽ
അടുക്കളയ്ക്ക് അങ്ങോട്ട് കയറിയാൽ ഈ ഗ്യാസിൻ്റെ മുകളിൽ ചോറ് വയ്ക്കരുത്, ഞാൻ 100 വട്ടം പറഞ്ഞതാ, പറഞ്ഞാൽ കേൾക്കില്ല. എന്നിട്ട് അങ്ങോട്ട് എടുത്തു, അങ്ങോട്ട് വെച്ചു, അലുമിനിയത്തിൻ്റെ പാത്രം അതുകൊണ്ട് പൊട്ടിയില്ല. പഴയ കാലത്തെ മണ്ണും കൂടെ ആണെങ്കിൽ ഉറപ്പാ ബാക്കിയുള്ളവന് പണിയാവും, ഇല്ലേ? അപ്പം എന്തേപ്പാ ദേവീ മഹാത്മ്യ പാരായണം കൊണ്ട് ഗുണമുണ്ടായി? സഹസ്രനാമമൊക്കെ ഏമായിട്ട് സന്ധ്യയ്ക്ക് ചൊല്ലും, അല്ലേ? വെൺമണിയുടെയോ അല്ലെങ്കിൽ സൂര്യഗായത്രിയുടെയോ ഒക്കെ ആ കാസറ്റ് ചെവിയിൽ വെച്ചിട്ടാണ് ചൊല്ലുക. ചാരണമൊക്കെ ഗംഭീരമായിട്ട് ചൊല്ലും. കഴിഞ്ഞാലോ, അല്ലേ? ഇതാണ് മൂഷിക സ്ത്രീ, വീണ്ടും മൂഷിക സ്ത്രീ. നമ്മളൊക്കെ ഇങ്ങനെ തന്നെയാണ്, ഞാനടക്കം എങ്ങനെയാ, ആരും കേമന്മാരൊന്നുമല്ല. പിന്നെ നേരെ ആവണമല്ലോ, നന്നാവണമല്ലോ എന്നുള്ള ആഗ്രഹം കൊണ്ട് ഇങ്ങനെ പറഞ്ഞ് പോവുക, കേട്ട് പോവുക എന്ന് മാത്രമേ ഉള്ളൂ, അല്ലേ? അപ്പം ഇതല്ലേ അവസ്ഥ. അപ്പോൾ ഈ മോഹം മനസ്സിലുണ്ടോ? ഉണ്ടോ ഇല്ലയോ? യാവത്ത് ആത്മതത്വം ന ജിജ്ഞാസത്തെ, ആ ആഗ്രഹം ഇല്ലാത്തിടത്തോളം കാലം നമ്മൾ എന്ത് പിന്തുടരും? പരാജയം പിന്തുടരും. എന്നിട്ട് പറയാണ്, യാവത്ത് ക്രിയാഹ താവദിദം മനഃ കർമാത്മകം മനഃ. നമ്മൾ ലൗകികങ്ങളും വൈദികങ്ങളുമായിട്ടുള്ള കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് ഇങ്ങനെ ജീവിച്ചു പോവുകയാണെങ്കിൽ, എന്താ ലൗകികങ്ങളായ കർമ്മങ്ങൾ? എന്താ ഇതപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ. സ്വല്പം വൈദികവും കൂട്ടിക്കോളൂ. ക്രിയാഹ എന്ന് പറയുമ്പോൾ ഇത് രണ്ടും പെടും. അപ്പം ഇങ്ങനെ കർമ്മങ്ങൾ ചെയ്യുക അങ്ങനെ പോകുമ്പോൾ എന്തുണ്ടാവുക? യാവത് ക്രിയ താവതിദം മനോവൈ കർമാത്മകം യേന ശരീരബന്ധ. ശരീരത്തിൻ്റെ ബന്ധനം ഒഴിവാവില്ല. കർമ്മങ്ങളിലേക്ക് മനസ്സ് കൂടുതൽ ചെന്നു കഴിഞ്ഞാൽ ശരീരം അതുമായിട്ട് ഒട്ടിക്കിടക്കുകയുള്ളൂ. മനസ്സിൻ്റെ പിന്നാലെ ശരീരം പോവും, ഇല്ലേ? അപ്പം ശരീരബന്ധനം ഒഴിവാവാൻ പോണില്ല. അതാണ് പറഞ്ഞത്, യാവത് ക്രിയാഹ താവത് ഇദം കർമാത്മകം മനഃ. അപ്പം നമ്മൾ അത് കിട്ടണം ഇത് കിട്ടണം എന്നൊക്കെ മോഹിച്ച് പല പൂജകളും ചെയ്യാറില്ലേ? വഴിപാടുകൾ ധാരാളം ചെയ്യും. ശത്രു സംഹാര പുഷ്പാഞ്ജലി വരെ നമ്മൾ ചെയ്യും, ഇല്ലേ? അപ്പോൾ പിന്നെ അതെന്തായി അറിയാൻ അതിൻ്റെ പിന്നാലെ പോയി നേരത്തെ പറഞ്ഞ അതെന്താണ് അറിയാൻ ഉള്ള ആഗ്രഹം ഇതൊക്കെ മനസ്സിലുണ്ടാവും. അപ്പം ഇതിന്ന് നമുക്കൊരു മോചനം ഒരു കാലത്തും കിട്ടാൻ പോകുന്നില്ല. അപ്പം ഈ ശ്ലോകത്തിൻ്റെ ആശയം ഇപ്പം എന്താ? ആത്മാവിനെക്കുറിച്ച് അറിയാൻ ശ്രമിക്കണം. ഒരു ദിവസം കൊണ്ട് അറിയണം നിർബന്ധമാണോ? ഇല്ല. ഒരാഴ്ച കൊണ്ട് ഇതങ്ങ് മനസ്സിലാക്കണമെന്നുണ്ടോ? ഇല്ല. ഈ ജന്മം കൊണ്ട് അങ്ങ് ശ്രമിച്ചാൽ മതിന്ന്. പക്ഷെ ഇപ്പം തുടങ്ങണം. നാളെ എന്ന് ലോട്ടറിക്കാരൻ പറയും പോലെ പറയാൻ നിൽക്കരുത്. അപ്പോൾ ആത്മാവിനെക്കുറിച്ച് അറിയാൻ വേണ്ടി ശ്രമിക്കണം. അങ്ങനെ ആവുമ്പോൾ എന്തുണ്ട്? പരാജയം ഉണ്ടാവുമോ? ഇല്ല. മനസ്സ് മറ്റു കാര്യങ്ങളിലേക്ക് പോവുമോ? ഇല്ല. മനസ്സാണ് പ്രധാനം, അല്ലേ? ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, മനയേവ മനുഷ്യാണാം കാരണം ബന്ധമോക്ഷയോ. നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞതാ. പിടിച്ച് കെട്ടുന്നതും മനസ്സാണ്, അഴിച്ചു വിടുന്നതും മനസ്സ് തന്നെയാണ്. ഇതൊക്കെ പറയാൻ എളുപ്പാട്ടോ, വളരെ എളുപ്പമാണ് പറയാൻ. പണ്ടൊരു വിദ്വാൻ ധ്യാനം പഠിപ്പിക്കണമെന്നും പറഞ്ഞ്, ആ കഥ കേട്ടിട്ടുണ്ടാവില്ലേ? ധ്യാനം പഠിപ്പിക്കണമെന്നും പറഞ്ഞ് ഗുരുനാഥൻ്റെ അടുത്ത് പോയി. ഗുരുനാഥൻ ഒരു നോട്ടം ഇങ്ങോട്ട് നോക്കി. പണ്ട് സ്വാമിജി നമ്മളെ കണ്ടപ്പോൾ നോക്കി അതേ നോട്ടം. എന്തേ ധ്യാനം ഒന്ന് പറഞ്ഞു തരുമോ? പോയിക്കോളൂ, ആയിട്ടില്ല, ആവുമ്പോൾ വിളിക്കാം. അപ്പം ഈ വിദ്വാൻ പോയില്ല. ഗുരുനാഥൻ ആട്ടി വിട്ടു. താമ്പോ, എനിക്കൊന്നുമില്ല, ആയിട്ടില്ല, ആവുമ്പോൾ പറയാം. ഈ വിദ്വാൻ അപ്പുറത്ത് വാതുക്കെ പോയിരുന്നു. കുറച്ച് കഴിഞ്ഞ് ഗുരുനാഥൻ പുറത്ത്, താൻ പോയില്ലേ? ഇല്ല. എന്താണോ? ധ്യാനം പഠിപ്പിച്ചു തരണം, പരിശീലിപ്പിച്ചു തരണം. തന്നെ കൊണ്ട് തോറ്റുമല്ലോ, അങ്ങോട്ട് വാ, പോയി കുളിച്ച് വന്നു. കുളിച്ച് വന്നു,
ഞാൻ അങ്ങോട്ട് ഇരിക്കോ, പടിഞ്ഞാട്ട് തിരിഞ്ഞ് പടിഞ്ഞാട്ട് ഇരുന്നോളൂ, കണ്ണടച്ചുവോ, ഭ്രൂമധ്യത്തിലേക്ക് അങ്ങോട്ട് നോക്കുക. അതെന്താ അത്? രണ്ട് പുരുകത്തിൻ്റെയും കൂടി മധ്യഭാഗം കൃഷ്ണമണി അങ്ങോട്ട് കേന്ദ്രീകരിച്ചുവോ? ഇനി ഞാൻ പറയുന്ന മന്ത്രമാണ് ചൊല്ലിക്കോളാ എന്ന് പറഞ്ഞ് മന്ത്രം ചൊല്ലിക്കൊടുത്തു. ഒരു 108 തവണ ജപിച്ചോളൂ, മറ്റൊന്നും കാണരുത് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ കാണേണ്ടത്? അവിടെ ഒരു സൂര്യഗോളം അതിങ്ങനെ ജ്വലിക്കണതായിട്ട് കാണുക, അത് മാത്രമേ കാണാവൂ. ഈ 108 മന്ത്രം ജപിക്കണ സമയം വരെയും അതേ കാണാവൂ. എന്നാ ശരി, ഞാൻ ഇപ്പോൾ വരാട്ടോ. അതെ, പിന്നെ ജപിക്കുമ്പോൾ മനസ്സിൽ കുരങ്ങനെ സങ്കല്പിക്കരുത് കിട്ടുമോ, കുരങ്ങനെ സങ്കല്പിക്കരുത് കിട്ടുമോ എന്ന് വെറുതെ ഒന്ന് പറഞ്ഞിട്ടു. ഇല്ലില്ല, അത്ര വയസ്സായി എനിക്ക്, ഇത്ര കാലമായില്ലേ, പക്വതയൊക്കെ വന്നിട്ട് കാലം കുറേ. ഗുരുനാഥൻ പോയി ഈ യുദ്ധം കണ്ണടച്ചു, പറഞ്ഞ മാതിരി ഭ്രൂമധ്യത്തിലേക്ക് കൃഷ്ണമണിയെ കൊണ്ടുവന്നു, ജപ ആരംഭിച്ചു. ഇല്ല, ഒരു 5-6 എണ്ണം ആയിട്ടേ ഉള്ളൂ. കുരങ്ങ മുമ്പൊന്ന് പോണില്ല. കണ്ണ് തുറന്നു. ആരും കണ്ടിട്ടൊന്നുമില്ല, ഭാഗ്യം. ഉള്ളിലാവുകൊണ്ട് ആരും കാണില്ലല്ലോ, നമ്മളെ കണ്ടിട്ടുള്ളൂ. ഒന്ന് കണ്ണൊക്കെ ഒന്ന് കഴുകി തുടച്ചു, ഭസ്മൊക്കെ ഒന്നുകൂടി പൂശി, ചന്ദനത്തിരിയൊക്കെ ഗംഭീര വാസനയൊക്കെ ഗംഭീരാക്കി ഒന്നുകൂടി വെച്ചു. ജപം വീണ്ടും തുടങ്ങി. ഇപ്പോൾ ഒന്നല്ല കേട്ടോ, ഇപ്പോൾ ഘോഷയാത്രയാ, വാനര ഘോഷയാത്രയാ മുമ്പിൽ. കുരങ്ങന്മാരുടെ ചാഞ്ചാട്ടം. 1/4 മണിക്കൂറിരുന്ന് പരാക്രമം കളിച്ചു നോക്കി, ഒരു രക്ഷയില്ല, ഇത് പോണില്ല. അവസാനം ഗുരുനാഥൻ്റെ അടുത്തേക്ക് പോയി. ഗുരുനാഥ, ഞാൻ പോയിട്ട് പിന്നെ വരാം. എന്താ 108 എണ്ണം ആയോ? ഇങ്ങനെയൊക്കെയാണ് സംഭവം. ഇതാണ് തന്നോട് ആദ്യം പറഞ്ഞത്, ആവുമ്പോൾ ഞാൻ വിളിക്കാം. തനിക്ക് വാശിയായിരുന്നു അല്ലേ, ഇന്ന് തന്നെ പങ്കെടു കിട്ടണം. അപ്പം അതുപോലെ ആത്മതത്വം എന്നുള്ളത് ഒരു ദിവസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ നേടേണ്ടതല്ല, സാധിക്കുകയില്ല. വളരെ ചുരുക്കം പേരൊക്കെ ഉണ്ടായിന്നൊക്കെ വരാം അല്ലേ, അവധൂതന്മാർ നമ്മൾ വിളിക്കുന്നവർ. പക്ഷെ ആ മാർഗത്തിൽ സഞ്ചരിക്കുക, ഗൃഹസ്ഥാശ്രമത്തിലിരുന്നു കൊണ്ട് ആ മാർഗത്തിലൂടെ സഞ്ചരിക്കുക. പരാഭവസ്താവദബോധജാതോ, ബോധമില്ലായ്മയാണ് അബോധം, അതിന് അജ്ഞാനം എന്നൊക്കെ പറയാം. നമ്മുടെ വിവരമില്ലായ്മയല്ലത്. കുറേ വാക്കുകളുണ്ടല്ലേ, വിവരം, അറിവ് അല്ലേ, ജ്ഞാനം. ഏതെടുക്കുക? അപ്പൊ അജ്ഞാനം. പരാഭവസ്താവദബോധജാതോ യാവന്ന ജിജ്ഞാസത ആത്മതത്വം യാവത് ക്രിയാ താവദിദം മനോ വൈ കർമാത്മകം യേന ശരീരബന്ധഃ. കർമാത്മകം മനഃ, കർമ്മത്തിൽ കുടുങ്ങിക്കിടക്കുന്ന കർമ്മമയമായ മനസ്സ്. അതുകൊണ്ട് എന്താ കുഴപ്പമെന്നറിയോ? യേന മനസാ ശരീരബന്ധഃ പുനഃ ഭവതി. അടുത്ത ജന്മം കിട്ടാനുള്ള വഴിയാണത്. കർമ്മങ്ങളിൽ കുടുങ്ങിക്കിടന്നാൽ വീണ്ടും ഇതേപോലൊക്കെ തന്നെ വരും. പുസ്തകമൊക്കെ എടുത്ത് ഇങ്ങനെ വന്നിരിക്കേണ്ട അവസ്ഥ വീണ്ടും വരും അല്ലേ. ജ്ഞാത്വാ ദേവം സർവപാശാപഹാനിഃ ക്ഷീണൈഃ ക്ലേശൈഃ ജന്മമൃത്യുപ്രഹാണി. നോക്കൂ, ഈ ഈശ്വരനെ എന്തെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഉള്ള ഗുണം എന്താ? നമ്മുടെ സകല പാപങ്ങളും നശിക്കും. ഇനി അറിയാനുള്ള ശ്രമമൊന്നും നടത്താണ്ട് ഇങ്ങനെ ഉണ്ടുറങ്ങി ജീവിക്കുകയാണെങ്കിലോ എന്താ സംഭവിക്കുക? ജന്മമൃത്യുപ്രഹാണി. ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും. ജന്മം മരണം, ജന്മം മരണം. ഇതൊന്നും ഒരു മോചനം നമുക്ക് കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് ഇത്രയേ ഉള്ളൂ, ആത്മജിജ്ഞാസ. മക്കളെ, ആത്മജിജ്ഞാസ വളർത്തുക. ഈ പറഞ്ഞ കർമ്മങ്ങളൊക്കെ വേണം, പക്ഷെ അതിൽ കുടുങ്ങിക്കിടക്കരുത്. നമ്മൾ അന്ന് പറഞ്ഞ മാതിരി ഒട്ടലില്ലാതെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുക. മനസ്സിലാവുണ്ടല്ലോ? ഒട്ടലില്ലാതെ ചെയ്യുക. അങ്ങനെയാവുമ്പോൾ നമുക്ക് ഈ പ്രശ്നങ്ങൾ, ശരീരബന്ധനം നമുക്ക് സംഭവിക്കില്ല എന്ന് പറയാണ്. അടുത്ത ശ്ലോകത്തിലേക്ക് പോവാം. ഏവം മനഃ കർമ്മവശം പ്രയുങ്ക്തേ, ഏവം മനഃ കർമ്മവശം പ്രയുങ്ക്തേ അവിദ്യയാത്മന്യുപധീയമാനേ
പ്രീതിർന്ന യാവന്മയി വാസുദേവേ നമുച്യത്തെ ദേഹയോഗേന താവത്. ഏവം മനഃ കർമ്മവശം പ്രയുങ്ക്തേ അവിദ്യയാത്മന്യുപധീയമാനേ പ്രീതിർന്ന യാവന്മയി വാസുദേവേ നമുച്യത്തെ ദേഹയോഗേന താവത്. ചൊല്ലി നോക്കാം അല്ലേ? ഏവം മനഃ കർമ്മവശം പ്രയുങ്ക്തേ അവിദ്യയാത്മന്യുപധീയമാനേ പ്രീതിർന്ന യാവന്മയി വാസുദേവേ നമുച്യത്തെ ദേഹയോഗേന താവത്. ഒന്ന് ഒറ്റയ്ക്ക് ചൊല്ലി നോക്കിയാലോ? ഏവം മനഃ കർമ്മ വശം പ്രയുങ്ക്തേ അവിദ്യയാ ആത്മനി ഉപധീയമാനേ പ്രീതിഃ ന യാവത് മയി വാസുദേവേ ന മുച്യത്തെ ദേഹയോഗേന താവത്. എന്താ അതിൻ്റെ അന്വയം പറയണത്? ഏവം അവിദ്യയാ ആത്മനി ഉപധീയമാനേ മനഃ കർമ്മ വശം പ്രയുങ്ക്തേ മയി വാസുദേവേ യാവത് പ്രീതിഃ ന ഭവതി താവത് ദേഹയോഗേന ന മുച്യത്തെ. ഏവം അവിദ്യയാ ആത്മനി ഉപധീയമാനേ. അറിവില്ലായ്മയെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു. എന്താ പറഞ്ഞത്? യാവത് പരാഭവസ്താവത് അബോധജാത അല്ലേ? ആ അജ്ഞാനത്താൽ ആത്മനി ഉപധീയമാനേ, ആത്മാവ് മറയ്ക്കപ്പെടുമ്പോൾ. അറിയണം എന്നുള്ള ആഗ്രഹം ഉണ്ടാകുമ്പോഴല്ലേ അറിയാൻ ശ്രമിക്കുക. ആഗ്രഹം ഇല്ലെങ്കിലോ ശ്രമമില്ല. അതാണ് ഈ മറയ്ക്കപ്പെടുക എന്ന് പറയുന്നത്. അറിവില്ലായ്മ കൊണ്ട് വേണ്ടാത്ത കാര്യങ്ങളിലേക്കാണ് മനസ്സ് പോവുക, വേണ്ടതിലേക്ക് പോവില്ല. അങ്ങനെ മറയ്ക്കപ്പെടുമ്പോൾ മനഃ കർമ്മ വശം പ്രയുക്തേ, മനസ്സ് ഇതിലേക്ക് പോണില്ലെങ്കിൽ എന്തായി? മനസ്സ് കർമ്മങ്ങളെ തൻ്റെ വശത്തേക്കാക്കും. വശം പ്രയുക്തേ, സ്വവശം. മനസ്സ് പറയും പോലെ നമ്മൾ നടക്കുന്ന ചുരുക്കം. ശരിയല്ലേ? ഒരു ദിവസം 2 ദിവസമൊക്കെ രാവിലെ കുളിച്ചിട്ട് ചായ കുടിക്കുക, സഹസ്രനാമം ചൊല്ലാം എന്നൊക്കെ വിചാരിച്ചു. 3-ാമത്തെ ദിവസമായപ്പോൾ എന്തായി? ചെറിയൊരു വേദന. ഇനിയിപ്പോൾ തണുത്ത വെള്ളത്തിൽ കുളിച്ച് ബുദ്ധിമുട്ടാവണ്ട, കുറച്ച് 10 മണിയാകുമ്പോൾ ചൂടുവെള്ളമൊക്കെ ഉണ്ടാക്കി കുളിക്കാം എന്നും കരുതി ഒരു ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തു. ചായ കുടിച്ചു. സഹസ്രനാമം ചൊല്ലിയോ? ഇല്ല. അടുത്ത ദിവസമോ ഇന്നലെ അപ്പം അങ്ങനെ ചെയ്തിട്ട് കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ അല്ലേ? അങ്ങനെയാണ്. കുഴപ്പമുണ്ടെങ്കിൽ നമ്മൾ ചെയ്യും. തലയിൽ ഇടുത്തി വീഴുന്നൊക്കെയാണ് സംഭവിച്ചു കഴിഞ്ഞാൽ എന്തായാലും ചെയ്യും. അങ്ങനെയൊക്കെ വേണം ശരിക്കില്ലേ? എന്നാലേ ചെയ്യൂ. അപ്പോൾ മനസ്സ് തൻ്റെ വശത്തേക്ക് ആക്കും. അതാണ് പറഞ്ഞത്. ഏവം അവിദ്യയാ ആത്മനി ഉപധീയമാനേ അനേന പൂർവോക്ത കർമ്മണ ആത്മാ യഥാ ആച്ഛാദിതഃ ഭവതി. ആത്മാവ് മറയ്ക്കപ്പെടുമ്പോൾ മനഃ കർമ്മ സ്വവശം പ്രയുക്തേ, മനസ്സ് കർമ്മങ്ങളെ തൻ്റെ കൂടെ നിർത്തും. അപ്പം എന്തായി? ശരീരമാണ് ശരി, ഞാൻ ശരീരമാണ് എന്ന തോന്നൽ നമുക്ക് വീണ്ടും വീണ്ടും വരില്ലേ? ദേഹാഭിമാനം കൂടുന്നർത്ഥം. അതുകൊണ്ടാണല്ലോ ഞാൻ ഒരു ദിവസം എത്ര തവണ നമ്മൾ ഈ ഞാൻ പറയുന്നുണ്ട്? താൻ വരുന്നില്ലേ കല്യാണത്തിന്? ഇല്ല. എന്താ? എന്നെ വിളിച്ചില്ലേ? എന്നോട് പറഞ്ഞില്ല. ആരായി താൻ? ആലോചിച്ചു. നമുക്കൊക്കെ ഉണ്ടത്, അറിയാതെ വന്നു പോവും. എന്നോട് നീ അങ്ങനെ പറഞ്ഞില്ലേ? എന്നോട് ആരാ? ഏതൊരു സിനിമ ചോദിക്കില്ലേ, ആരാ
അതന്നെ. താനാരാ? തറവാടിൻ്റെ മഹിമ കൊണ്ടാണോ ഞാനാവുന്നത്? അതോ സമുദായത്തിൻ്റെ മഹിമ കൊണ്ടാണോ? എന്താണിത്? ചോദിച്ചു. ഒരു വിലയുമില്ലാത്തൊരു സാധനത്തെക്കുറിച്ചാണ് നമ്മൾ അഭിമാനിക്കുന്നത്. അന്ന് നമ്മൾ ശരീരത്തിൻ്റെ അകത്തെ കാര്യങ്ങളൊക്കെ അന്ന് നമ്മൾ ചർച്ച ചെയ്തു അല്ലേ? ഇതൊക്കെ പേറി നടക്കുക. ഒന്നുണ്ട് കീറി മുറിച്ച് തൂക്കിയിട്ട് കഴിഞ്ഞാൽ അയ്യേ അറയ്ക്കുന്ന ഭാഗങ്ങളാ ഉള്ളിൽ നിറച്ച്. അതിനെക്കുറിച്ചാണ് ഞാൻ കേമനാണ്, ആനയാണ്, ചേനയാന്നൊക്കെ പറഞ്ഞ് ബഹുമാനിക്കുന്നത്. അപ്പം ഈ ദേഹാഭിമാനം കൂടും, ഇത്രയേ ഉള്ളൂ അല്ലേ? അഹം, അതാണ് ഈ അഹംഭാവം, ഞാനെന്ന ഭാവം. അത് വേണ്ടേ? വേണം. കുറച്ച് ആവശ്യത്തിന്, ജീവസന്ധാരണത്തിന് അത് വേണം. ക്ഷമിതമായാൽ അത് നമുക്ക് പണി തരും. അതിനെ നിയന്ത്രിച്ച് നിർത്തണം. അപ്പം ശരീരത്തെക്കുറിച്ച് പറയുമ്പോൾ പറയാറില്ലേ, വാതപിത്ത കഫങ്ങളുടെ സന്തുലിതാവസ്ഥ, സമതുലിതാവസ്ഥ വേണമെന്ന് പറയില്ലേ? ഏതെങ്കിലും ഒന്ന് അധികരിച്ചാൽ നമുക്ക് പണി കിട്ടും. കഫം കൊണ്ടുള്ള പനി, പിത്തം കൊണ്ടുള്ള പനി, വാദം കൊണ്ടുള്ള പനി അല്ലേ? കഫജ്വരം, വാതജ്വരം, പിത്തജ്വരം, ഇങ്ങനെ പല ക്രമത്തിൽ അത് പോവും. ഒരേപോലെ ആകുമ്പോൾ ഇല്ല. അതിനാണ് ത്രിഫലയൊക്കെ രാത്രി കിടക്കുമ്പോൾ ഓരോ സ്പൂണ് കലക്കി കുടിക്കണമെന്ന് പറഞ്ഞിരുന്നത് അല്ലേ? ചെയ്യുമോ? ഇവിടെ ത്രിഫലയല്ല, ബൃഹത്രിഫലല്ല. ഞാൻ എന്ത് കഴിച്ചിട്ടും കാര്യമില്ല ഉണ്ടോ? അപ്പോൾ ദേഹാഭിമാനം കുറയണം. ഞാൻ എന്നുള്ള ചിന്ത പോകണം. ആ ചിന്ത പോകണമെങ്കിൽ എന്ത് വേണം? മയി വാസുദേവേ പ്രീതി സ്യാത്. ഇവിടെ അതില്ല. യാവത്ത് വാസുദേവേ മയി പ്രീതി നഭവതി. വാസുദേവനായിട്ടുള്ള എന്നിൽ എതുവരെ പ്രീതി ഉണ്ടാകില്ലയോ അതുവരെ ദേഹയോഗേന നമുച്യത്തെ. ഈ ദേഹത്തുനിന്ന് പിടിവിടില്ല. എൻ്റെ ബാങ്ക് അക്കൗണ്ട് അല്ലേ, എൻ്റെ കട്ടിൽ, എൻ്റെ ഉണ്ണി, ഇത് വിടില്ല. അപ്പൊ വാസുദേവനായിട്ടുള്ള എന്നിൽ പ്രീതി വളർത്തണം. ആരത് പറയണത്? ഋഷഭദേവൻ. ആരോടാ? മക്കളോട്. വാസുദേവനിൽ പ്രീതി ഈ വാസുദേവൻ എന്നത് നിങ്ങൾ നോക്കൂ, വസുദേവരുടെ മകൻ എന്നൊന്നും എടുക്കണ്ട, പദാർത്ഥം എടുത്താൽ മതി. എന്താ പദാർത്ഥം? വസുന ദിവ്യതി ഇതി വസുദേവ. വസുവിനാൽ പ്രകാശിക്കുന്നവൻ. എന്താ വസു? കുറേ അർത്ഥങ്ങൾ പറയാം. ധനം, രത്നം, അഗ്നി, ജലം. അപ്പം ഇതുകൊണ്ടൊക്കെ പ്രകാശിക്കുന്ന ആളാണ് വസുദേവ. വസുദേവസ്യ അപത്യം വാസുദേവ. വസുദേവരുടെ മകനായതുകൊണ്ടാണ് വാസുദേവൻ എന്ന പേര് വന്നത്. പദാർത്ഥം എടുത്താൽ മതി അവിടെ. അപ്പോ അങ്ങനെയുള്ള എല്ലാത്തിൻ്റെയും അധിപനായിട്ടുള്ള എന്നിൽ, സർവേശ്വരനിൽ, ബ്രഹ്മത്തിൽ താല്പര്യം വരണം. ഇല്ലെങ്കിൽ എന്താ അവസ്ഥ? ദേഹയോഗേന നമുച്യത്തെ. യോഗം, യോജിക്കുക. ദേഹയോഗം എന്ന് പറഞ്ഞാൽ വീണ്ടും ജന്മെടുക്കുക, വീണ്ടും ശരീരമായിട്ട് കൂടിച്ചേരുക. യുജ്ധാതു, ദേഹയോഗം. ഇത് തീരില്ല. തവണ ഈ അച്ഛൻ്റെ അമ്മേൻ്റെയും മകനായിട്ട് പറഞ്ഞു, അടുത്ത തവണ ആ അച്ഛൻ്റെ അമ്മേൻ്റെയും മകനായിട്ട് പിറക്കും. അതങ്ങനെ കിടക്കും. അത് രക്ഷപ്പെടണമെങ്കിൽ ഈ ജന്മം വിചാരിച്ചാൽ മതി, ഒരു സംശയമില്ല. ഇതാ അടുത്ത എങ്ങനെ അതിൻ്റെ ക്രമങ്ങളൊക്കെ പറയാൻ പോണ്ടിനി. നമുച്യതേ ദേഹയോഗേന താവത്. അപ്പം എന്താണ് ഈ ശ്ലോകത്തിൻ്റെ ആശയം? അവിദ്യയാ ആത്മനി ഉപധീയമാനേ. അജ്ഞാനം കൊണ്ട് ആത്മാവ് മറയ്ക്കപ്പെട്ട് കിടക്കുകയാണ് അല്ലേ? ഈ അജ്ഞാനം മനസ്സിലുള്ള കാലത്തോളം മനസ്സിന് സുഖമായി അല്ലേ? നമ്മളിപ്പോൾ വീട്ടിലില്ലെങ്കിൽ മക്കൾക്ക് സുഖമായി. എന്താ? 3 ആളെടുത്തും 4 ആളെടുത്തും ഈ സാധനം ഉണ്ടാവും. എന്തൊരു കഷ്ടമല്ല, ഇപ്പം എന്തൊരു കളിയുണ്ട്
വർത്തമാനം പറയും ചെയ്യും. പരസ്പരം തിരുവനന്തപുരത്തുള്ള ആളും ഇവിടെയുള്ള ആളും നമ്മൾ കളിക്കുക, കളിയും നടക്കുന്നുണ്ട്. എടാ നീ വിട്ടു, ഞാൻ വിട്ടു, ഇങ്ങനെ പറഞ്ഞ് എത്ര ഗ്രൂപ്പായിട്ടാ, ഒരു അന്തമില്ല. നമുക്കിതൊന്നും മനസ്സിലാവില്ല. ശരിയല്ലേ? നമ്മൾ വീട്ടിലുണ്ടെങ്കിലോ ഫോൺ അവിടെ വയ്ക്കും, നമ്മളില്ലെങ്കിലോ ഫോണെടുത്തു. ശരിയല്ലേ? ഇതന്നെയാ മനസ്സിൻ്റെ അവസ്ഥ. ആത്മാവിനെക്കുറിച്ച് അജ്ഞാനം കൊണ്ട് ആത്മാവ് മറയ്ക്കപ്പെട്ട് കിടക്കുകയാണ്. അതുകൊണ്ട് മനസ്സ് എന്ത് ചെയ്യും? കർമ്മങ്ങളെ തൻ്റെ വശത്താക്കും. എന്നാൽ ആത്മാവിനെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുകയാണെങ്കിലോ മനസ്സ് നമ്മുടെ കൺട്രോളിലുണ്ടാവും. അത്രയേ ഉള്ളൂ. ഒന്നുകൂടി ചൊല്ലി നമുക്കത് എടുത്തു വയ്ക്കാം. ഏവം മനഃ കർമ്മവശം പ്രയുക്തേ അവിദ്യയാത്മന്യുപധീയമാനേ പ്രീതിർന യാവന്മയി വാസുദേവേ നമുച്യത്തെ ദേഹയോഗേന താവത്. ഇതിലും വന്നു യാവത് താവത് അല്ലേ? ആ പ്രയോഗങ്ങളൊക്കെ ഒന്ന് പഠിക്കുക. എത്ര കണ്ട് അത്ര കണ്ട്, ഏതുവരെ അതുവരെ. ഒരു ശ്ലോകം പഠിക്കാനൊക്കെ വരുമ്പോഴേ ഒരു ശ്ലോകത്തിൽ നിന്നും ഇന്ന കാര്യം ഞാൻ ഉൾക്കൊണ്ടു എന്ന് പറയാൻ സാധിക്കണം. അർത്ഥം അങ്ങോട്ട് മനസ്സിലാക്കി പോയാലൊന്നും പോരാ, എന്തൊക്കെ ഉണ്ടാവും. ഞങ്ങൾക്കറിയാം, സ്കൂളിൽ ക്ലാസ് എടുക്കുമ്പോൾ മാഷൊരു ശ്ലോകം ചൊല്ലിക്കൊടുത്താൽ പലരും പല രീതിയിൽ അതിന് ഉൾക്കൊള്ളുക അല്ലേ? ഒരു ശ്ലോകം ചൊല്ലിക്കൊടുത്താൽ എത്രയാൾക്ക് മനസ്സിലാവും? എത്രയാൾക്ക് മനസ്സിലാവും? 10 ആളുണ്ടെങ്കിൽ എത്രയാൾക്ക് മനസ്സിലാവും? 1-2 പേർക്ക് മനസ്സിലാവും. മറ്റു ചിലർക്ക് ഒന്നിട്ടും മനസ്സിലാവില്ല. ചിലർക്ക് വിപരീതമായിട്ടാണ് മനസ്സിലാവുക. അതാണ് നമ്മുടെ കേനോപനിഷത്തിൻ്റെ ഭാഷ്യത്തിൽ ആചാര്യസ്വാമികൾ പറയും, ലോകേ അപി ഏകസ്മാത് ഗുരോഹോ ശൃണ്വതാം കശ്ചിത് യഥാവത് പ്രതിപദ്യത്തെ. കേൾക്കുന്ന കുട്ടികളിൽ ഒരാൾ വേണ്ടും വണ്ണം അതിനെ മനസ്സിലാക്കും. ഒരാൾ കശ്ചിത് അയഥാവത്, വേറൊരുത്തൻ വേണ്ടും വണ്ണം ആയിട്ടില്ല. കശ്ചിത് വിപരീതം, ഒരു വിദ്വാൻ മനസ്സിലാക്കിയത് ഗുരു പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റാണ്. കശ്ചിത് ന പ്രതിപദ്യത്തെ, ഒരുത്തൻ്റെ മണ്ടയിലേക്ക് ഒന്നും കയറിയിട്ടില്ല. കിമു വക്തവ്യമതീന്ദ്രിയമാത്മതത്വം. അങ്ങനെയാണെങ്കിൽ സാധാരണ വിഷയത്തിൻ്റെ അവസ്ഥ അതാണെങ്കിൽ ഈ ആത്മതത്വത്തെക്കുറിച്ചൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ അതിൻ്റെ അവസ്ഥ എന്താ? കയറുമോ? അപ്പം അതുകൊണ്ട് വാസുദേവേ പ്രീതിഹി ഭവതു, അതേ വഴിയുള്ളൂ അങ്ങോട്ട്. അതുകൊണ്ട് 12 മണിക്കൊന്നും ഇനി പോകാൻ വേണ്ടി ബാഗ് എടുത്ത് ഇറങ്ങണ്ട. എന്നാലും അങ്ങനെ കണ്ടു ആരൊക്കെയോ, എന്തേ പെട്ടെന്ന് പോണു, മകള് വരുന്നുണ്ട്. അപ്പം എന്തിപ്പോൾ ഇത്രയൊക്കെ കേട്ടുണ്ടായത്? 4-5 ശ്ലോകം പഠിച്ച് ഗംഭീരായി പഠിച്ചു പോകുമ്പോൾ ഉച്ചയായപ്പോഴേക്ക് എന്തായി? മോള് വരുന്നുണ്ട്. അപ്പോഴേക്കും അവിടെ ആളില്ല. വീണ്ടും ഇല്ലേ ഒട്ടാനാ പോണത്. അതാണ് നമ്മൾ നേരെയാവുമോ? ഇല്ല. ഞാൻ അങ്ങനെ പോകരുത് കാരണം നാളെ അവിടെ ആളുണ്ടാവുമോ? ഒറ്റ ആളുണ്ടാവില്ല. ഉണ്ടാവും കേട്ടോ, ചിലരൊക്കെ ഉണ്ടാവും. ഒരു 3 ആളെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. എന്താ ആകാശം ഇടിഞ്ഞ് വീണാലും ഇവിടെ വരുന്ന 3 ആളെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. പേര് ഞാൻ പറയില്ല. അപ്പോ വാസുദേവേ പ്രീതിഹി ഭവതു. എന്താ അതിന്റെ ചുരുക്കം? മെല്ലെ 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 നിവർത്തിക്കണം. ഓരോ കാര്യങ്ങളിൽ നിന്നും മെല്ലെ മെല്ലെ പിന്നോട്ട് വരണം. ശരി, അടുത്തിലേക്ക് നോക്കാം. യഥാ ന പശ്യത്യയഥാ ഗുണേഹാം സ്വാർത്ഥേ പ്രമത്ത സഹസാ വിപശ്ചിത് ഗതസ്മൃതിർവിന്ദതി തത്ര താപാൻ ആസാദ്യ മൈഥുന്യമകാരമജ്ഞ
യഥാ ന പശ്യത്യയഥാ ഗുണേഹാം സ്വാർത്ഥേ പ്രമത്തഃ സഹസാ വിപശ്ചിത് ഗതസ്മൃതിർവിന്ദതി തത്ര താപാൻ ആസാദ്യ മൈഥുന്യമകാരമജ്ഞഃ. ചൊല്ലിയാലോ? യഥാ ന പശ്യത്യയഥാ ഗുണേഹാം സ്വാർത്ഥേ പ്രമത്തഃ സഹസാ വിപശ്ചിത് ഗതസ്മൃതിർവിന്ദതി തത്ര താപാൻ ആസാദ്യ മൈഥുന്യമകാരമജ്ഞഃ. 1 2 3. യഥാ ന പശ്യതി അയഥാ ഗുണേഹാം സ്വാർത്ഥേ പ്രമത്തഃ സഹസാ വിപശ്ചിത് ഗതസ്മൃതിഃ വിന്ദതി തത്ര താപാൻ ആസാദ്യ മൈഥുന്യം അകാരം അജ്ഞഃ. ഇതാണ് എൻ്റെ പദച്ഛേദം. നോക്കൂ, സഹസാ സ്വാർത്ഥേ പ്രമത്തഃ വിപശ്ചിത് യഥാ ഗുണേഹാം അയഥാ ന പശ്യതി തദാ അജ്ഞഃ ഗതസ്മൃതിഃ തത്ര താപാൻ ആസാദ്യ മൈഥുന്യം അകാരം വിന്ദതി. എത്ര മനോഹരമായിട്ടാണ് പറഞ്ഞു വെച്ചത്. സഹസാ സ്വാർത്ഥേ പ്രമത്തഃ വിപശ്ചിത് യഥാ ഗുണേഹാം അയഥാ ന പശ്യതി. ആരായി വിപശ്ചിത്? പണ്ഡിതന് പറയുന്നതാ വിപശ്ചിത്. വിപ്രകൃഷ്ടം ചേതതി ഇതി വിപശ്ചിത്. വിപ്രകൃഷ്ടം ചേതതി. നന്നായി സങ്കല്പിക്കുന്ന ആള്, നന്നായി ചിന്തിക്കുന്ന ആള്, നന്നായി ഭാവന ചെയ്യുന്ന ആള്, ഇതാണ് വിപശ്ചിത്. ആ പണ്ഡിതൻ സ്വാർത്ഥേ പ്രമത്തഃ സ്വസ്യ അർത്ഥേ, സ്വാർത്ഥങ്ങളിൽ പ്രമത്തനായിക്കൊണ്ട്. എന്താ പ്രമത്തനാവുക എന്ന് പറഞ്ഞാൽ? അല്ല, പ്രമാദം. പ്രമത്തനായിട്ടെന്ന് പറഞ്ഞാൽ പെട്ടുപോന്നൊക്കെ പറയില്ലേ നമ്മള്? അതന്നെ. എന്താ പറയാ? അശ്രദ്ധ കൊണ്ടോ ആലസ്യം കൊണ്ടോ ഒക്കെ അങ്ങനെ നടക്കും എന്നൊക്കെ പറയില്ലേ? അതന്നെ, അങ്ങനെയൊക്കെ മതി. അതന്നെയാണ് പ്രമാദം. അപ്പൊ പണ്ഡിതൻ പോലും സ്വാർത്ഥേ പ്രമത്തഃ. ഈ സ്വാർത്ഥം എന്നത് നമ്മൾ സെൽഫിഷ് എന്ന് പറയുന്നത് മാത്രമല്ല എടുക്കേണ്ടത്. അർത്ഥം എന്ന വാക്കിന് പുരുഷാർത്ഥം എന്നൊരർത്ഥമുണ്ട് അല്ലേ? ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, ഇത് 4 അർത്ഥങ്ങളാണ്. പുരുഷനാൽ അർത്ഥിക്കപ്പെടേണ്ടതാണ് പുരുഷാർത്ഥം. ഈ 4 അത്യാവശ്യമൊക്കെ വേണം. ഏതെങ്കിലും ഒന്ന് മാത്രമായാൽ ജീവിതം നടക്കുമോ? ധർമ്മം മാത്രമായാൽ നടക്കുമോ? അർത്ഥം മാത്രമായാൽ നടക്കുമോ? കാമം മാത്രമായാൽ നടക്കുമോ? മോക്ഷം മാത്രമായാൽ നടക്കുമോ? അപ്പം അതുകൊണ്ടാണ് പറഞ്ഞ മാതിരി ഒരു സന്തുലിതാവസ്ഥ സൃഷ്ടിക്കപ്പെടണം. അപ്പൊ പണ്ഡിതനാണ് എന്ന് കരുതി ഈ പുരുഷാർത്ഥങ്ങളിൽ പ്രമത്തനായിട്ട് സ്വാർത്ഥേ പ്രമത്തഃ വിപശ്ചിത്, അയാൾക്ക് വേണ്ട ചില പുരുഷാർത്ഥങ്ങളിൽ ചിലപ്പം അർത്ഥമാവാം, ചിലപ്പോൾ കാമമാവാം. ഗുണേഹാം അയഥാ ന പശ്യതി. എന്താ ഗുണേഹ എന്ന് പറഞ്ഞാൽ? ഇന്ദ്രിയങ്ങളോടുള്ള താല്പര്യം അല്ലേ? നമ്മളന്ന് പറഞ്ഞില്ലേ, കണ്ണ് പറയുന്നിടത്ത് കണ്ണ് പോവുക, ചെവി പറയുന്നിടത്ത് ചെവി പോവുക, മൂക്ക് പറയുന്നിടത്ത് മൂക്ക് പോവുക, കാല് പറയുന്നിടത്ത് കാല് പോവുക. ഇതൊക്കെ അടിച്ചു വിട്ട കുതിരകളെപ്പോലെ അങ്ങനെ പോവുകയാണ്. നമ്മുടെ അടുത്തൊന്നുമില്ല.
എമ്പുരാൻ ഒന്ന് കണ്ടാൽ തിരക്കടില്ല. എന്ത് എമ്പുരാൻ വഷള് അല്ലേ? മനസ്സ് പറയാണ്, അത് പോവുക. എന്നിട്ട് ഫേസ്ബുക്കിൽ ഒരു സെൽഫി ഇടുക. കാശ് പോയിട്ടാ, ഒരു വസ്തുവില്ല, ഉറക്കം വരിക. ആരെ പറഞ്ഞു? അപ്പൊ ഈ പറയണത് പോലെ ഇവർ ഇന്ദ്രിയങ്ങൾ പറയണത് മാതിരി പോയി കഴിഞ്ഞുള്ള അവസ്ഥ അതാണ്. ഗുണേഹാം അയഥ ന പശ്യതി. മനസ്സ് ആഗ്രഹിക്കുന്ന സുഖങ്ങളിൽ ഭ്രമിച്ചുകൊണ്ട് ഇതൊക്കെ മിഥ്യയാണ് എന്ന് മനസ്സിലാക്കണം. വേണ്ടേ? പല സുഖങ്ങളും അങ്ങനെയാ. വേണം 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 എന്ന് തോന്നും. കിട്ടിക്കഴിഞ്ഞാലോ ഇല്ലേ? കണ്ടൂതിവൻ മനസിജം വിഷഹേതധീര. കേട്ടില്ലേ? ചൊറിച്ചിൽ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇതൊരു സുഖ ചൊറിയാൻ അല്ലേ? അച്ഛൻ നിലയും കൂടി പറയുന്നുണ്ട്, എടാ മേലെ ആകെ ചൊറിയണു, അവിടെ ഇവിടെയൊക്കെ പൊട്ടുണ്ട്, ഡോക്ടറെ ഒന്ന് കാണണം. ഞാൻ പറഞ്ഞു, അച്ഛാ ഇംഗ്ലീഷ് ഡോക്ടറെ പോയി കണ്ട ബുദ്ധിമുട്ടാ, അത് മറക്കാൻ എന്തെങ്കിലുമൊക്കെ ഒരു ഗുളിക തരും. ആ ഗുളിക കഴിഞ്ഞാലോ അച്ഛന് വീണ്ടും തുടങ്ങും. അപ്പം എന്താ ഞാൻ ചെയ്യുക? അച്ഛൻ ചെമ്പരത്തിയാതി വെളിച്ചെണ്ണ കൊണ്ടെത്തരാം, അത് തേച്ചോളൂ. ഇന്നിപ്പോൾ അത് തേച്ചവിടെ ഇരിക്കുന്നു അല്ലേ? അപ്പോൾ ചൊറിയുമ്പോൾ സുഖ. അത് കഴിഞ്ഞാലോ മൂക്കിവിടെയൊക്കെ പൊട്ടി. ആരാ? ഞാൻ മാന്തി പൊട്ടിച്ച? അവനവൻ മാന്തിയതല്ലേ? അപ്പോൾ ഈ സുഖത്തിൽ, ഈ ചില്ലറ മായിക സുഖത്തിൽ നമ്മളിത് അറിയണില്ല, മാന്തിക്കൊണ്ടിരിക്കും. ചോര വരുമ്പോഴോ ചോര. ഇതന്നെയാണ് ഇവിടെയും. ഗുണേഹാം അയഥ ന പശ്യതി. പണ്ഡിതനാണ്, സംഗതിയൊക്കെ ശരിയാ, പക്ഷേ വിഷയസുഖങ്ങളിൽ വ്യാപരിക്കുകയാണ്. ഇതൊന്നും മിഥ്യയാണെന്ന് കാണുന്നില്ല, മനസ്സിലാക്കുന്നില്ല. നമ്മളൊക്കെ ആ സ്റ്റേജിലാപ്പുള്ളത്. ഒക്കെ കേമന്മാരാ, ധർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ മിഥ്യയാണ് ഈ വിവാഹം, കുട്ടികൾ, ഭാര്യ അല്ലേ, മക്കള്, മരുമക്കള്, ഈ പറഞ്ഞതൊക്കെ യഥാർത്ഥമല്ല, മിഥ്യയാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും 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 ആ വീടിനകത്ത് കഴിഞ്ഞുകൂടുന്നത്. വാസ്തവത്തിൽ എന്താ ഈ വീട്? വിടുവത് അല്ലേ? വിടുവതാണ് വീട്, പിടിച്ചു വെക്കേണ്ടതല്ല. ഇത് കഴിഞ്ഞപ്പോൾ എങ്ങോട്ടാ പോവുക? അങ്ങോട്ട് തന്നെ. അതാണ് നമുക്കുള്ള പ്രശ്നേ. നമ്മളിതൊക്കെ കേട്ട് കഴിഞ്ഞിട്ടും പോവുക എങ്ങടാ? അങ്ങട്ടാ. അപ്പം അത് വീണ്ടും അവിടുത്തെ മായിക വലയത്തിൽ നമ്മൾ പെടും. പേരക്കുട്ടിയുടെ മുത്തശ്ശിയേ എന്നുള്ള വിളി കേട്ടാൽ തന്നെ ഈ പരമാനന്ദ ബ്രഹ്മാംബുധേർ വൈഭവം, അതാണ് വീണ്ടും വീണ്ടും. അതുകൊണ്ടാണ് ദിവസേന വായിക്കാൻ പറയുന്നത്. 2-ാം ശനിയാഴ്ച മാത്രം വായിച്ചാൽ പോരാ. നിങ്ങൾ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല കേട്ടോ. ദിവസേന. പണ്ട് ആരോ പറഞ്ഞു, ഈ വീടിന് വാസ്തുദോഷം വന്നിട്ടേ, എന്തായാലും പറയാ, പഞ്ചശിരസോ അത് വയ്ക്കണം എന്ന് പറഞ്ഞു. അപ്പം ആളുടെ അടുത്ത് കാശൊന്നുമില്ല, ആൾക്ക് സങ്കടമായി. ആള് പാലക്കാട് ശിവാനന്ദാശ്രമത്തിൽ പോയി സ്വാമിജിയെ കണ്ടു. അങ്ങനൊരു സംഭവമുണ്ട്. താനെന്തിനാ അതൊക്കെ വേണ്ടാത്ത കാര്യങ്ങൾക്ക് പിന്നാലെ പോണത്? അതൊരു കാര്യം ചെയ്യും, ദിവസേന ഒരു 5 അധ്യായം ഭാഗവതം വായിച്ചോ വീട്ടിലിരുന്ന്, എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വാങ്ങുന്നു. താനത് ചെയ്യുമെന്ന് പറഞ്ഞു. ഈ വിദ്വാൻ വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്തു? 5 അധ്യായം ഭാഗവതം ദിവസേന വായിക്കും. 1.5 മാസമായി. എന്നിട്ട് വീണ്ടും പോയി ഈ പറഞ്ഞ വാസ്തുദോഷം പറഞ്ഞ ആളെടുത്ത്, പഞ്ചശിരസ് വച്ചില്ലേ, ദോഷമൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. അവനെ എന്ത് ശിരസാ വച്ചത് ഭാഗവത. ആലോചിച്ച് നോക്കണം, അതിൻ്റെ കേമത്ത ആലോചിച്ച് നോക്കണം. വെറും ഒരു ഗ്രന്ഥമല്ലത്. ദിവസേന 2 മിനിമം ഒരു 3 അധ്യായെങ്കിലും വായിക്കുന്ന വീട് പോസിറ്റിവിറ്റി നിറഞ്ഞ വീടായിരിക്കും. എന്തൊരു ശാന്തിയാവുക വീട്ടിൽ നിറയും. ആളോരി നാമം ചെല്ലുന്ന വീടാണെങ്കിലോ പിന്നെ പറയുകയും വേണ്ട. ശരിയല്ലേ? അപ്പോൾ സ്വാർത്ഥങ്ങളിൽ അല്ലെങ്കിൽ വിഷയസുഖങ്ങളിൽ പ്രമത്തനായിട്ടുള്ള പണ്ഡിതൻ ഈ സുഖങ്ങൾ അനുഭവിക്കുമ്പോൾ ഇതൊന്നും വാസ്തവികമാണെന്ന് മനസ്സിലാക്കുന്നില്ലെങ്കിൽ അയാൾക്ക് എന്താ സംഭവിക്കുക? നമുക്കെന്താ സംഭവിക്കാൻ പോണത്? അത് തന്നെ എന്താ? അത് അജ്ഞഃ ഗതസ്മൃതിഃ. അറിവില്ലായ്മ കൊണ്ടാണ് അല്ലേ? ഗതസ്മൃതിഃ, സ്മൃതിയൊക്കെ നശിച്ചുകൊണ്ട്. അതായത്
താൻ എന്തെന്ന് അറിയാത്ത അവസ്ഥയാണ് ഗതസ്മൃതി. ഞാൻ എന്താണ്, കോഹം, രമണ മഹർഷിയൊക്കെ പറയണ പോലെ ഞാൻ ആര്, അഹം കഹ, ഇതറിയാതെ ഗതസ്മൃതിയായി തത്ര താപാൻ ആസാദ്യ, അവിടെയുള്ള താപങ്ങളെ പ്രാപിച്ച്, ദുഃഖങ്ങളെ പ്രാപിച്ച്, ഇപ്പൊ വീടാണെങ്കിൽ വീട്, നാടാണെങ്കിൽ നാട്, അതിനകത്തുള്ള ദുഃഖങ്ങളിലേക്ക് വീണ് മൈഥുന്യം അകാരം വിന്ദതി, മിഥുനീഭാവം, മിഥുനം. എന്താ മിഥുനം? രണ്ടുപേരും ചേർന്ന അവസ്ഥ, സ്ത്രീ പുരുഷന്മാരല്ലേ. മൈഥുന്യം, സ്ത്രീ പുരുഷ മിഥുനീഭാവം എന്നൊക്കെ പറയും. അതുള്ള അകാരം വിന്ദതി, വിഷയസുഖത്തിലേക്ക് പ്രാപിക്കും. വീടിനകത്ത് പെടും എന്നർത്ഥം, അവിടുന്ന് രക്ഷപ്പെടില്ല. ഇതൊക്കെ ഈ പറഞ്ഞ സുഖങ്ങളൊക്കെ സുഖദായകങ്ങളല്ല, ദുഃഖദായകങ്ങളാണ് എന്ന് നമ്മൾ എപ്പോഴാണ് തിരിച്ചറിയുക? ഇപ്പം ഒന്നും തിരിച്ചറിയില്ല. കാരണം എന്താ? ഇപ്പം നമ്മളെ കാണാൻ സ്വല്പം ഭംഗിയൊക്കെ ഉണ്ട്, മുഖത്ത് ലേശം ശ്രീത്വമൊക്കെ ഉണ്ട് അല്ലേ, കയ്യിൽ പേഴ്സിൽ ലേശം കാശും ഉണ്ട്. അപ്പോൾ ആളുകൾ മക്കളൊക്കെ കൂടെ ഉണ്ടാവും. കുറച്ച് കഴിഞ്ഞ് ഉണങ്ങിയ മരം പോലെ അങ്ങോട്ട് ആവും അല്ലേ. ശരിക്കും ഉണങ്ങിയ പല്ലി എന്നാണ് പറയേണ്ടത്. പല്ലിയെ പച്ചയ്ക്ക് പിടിച്ചാൽ അങ്ങനെ ഉണ്ടാവും, ഇങ്ങനെ തൂങ്ങിയിട്ടൊക്കെ കിടക്കും. ഉണങ്ങിയ പല്ലിയാണെങ്കിലോ അങ്ങനെ കിടക്കും. നമുക്കൊരു അങ്ങനെ ഒരു അവസ്ഥ വരാമ്പോൾ ഉണ്ട്, പേടിക്കണ്ട, വൈകാതെ വരും. അപ്പോഴാണ് ഇതിൻ്റെ മനസ്സിലാവുക. മിണ്ടണമെന്നുണ്ട്, മിണ്ടാൻ പറ്റണില്ല. കേൾക്കണമെന്നുണ്ട്, കേൾക്കാൻ പറ്റണില്ല. എന്താ അവർ പറയണത് ഇല്ലേ? ആഗ്രഹം ഉണ്ടാവില്ലേ? കുറ്റാണ് പറയണത്. അപ്പം അന്ന് ഇത് ദുഃഖാന്ന് അറിഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ പോവാറാവുമ്പോൾ? ഇല്ല. അപ്പോൾ നേരത്തെ കൂട്ടി അറിഞ്ഞോളാം. തഥാ അജ്ഞഃ ഗതസ്മൃതി തത്ര താപാൻ ആസാദ്യ മൈഥുന്യം അകാരം വിന്ദതി. സ്ത്രീ തുടങ്ങിയ സുഖങ്ങളാൽ നിറഞ്ഞിട്ടുള്ള അകാരത്തെ, വീടിനെ പ്രാപിക്കുന്നു. അതായത് ശരിക്കും വാസ്തവികമായ കുടുംബസ്ഥൻ എന്ന് പറയില്ലേ, അതന്നെ. പണ്ഡിതനായതുകൊണ്ട്, പാണ്ഡിത്യം ഉണ്ടായത് കൊണ്ട് കാര്യമില്ല. എന്താ ഈ പണ്ഡിതനാരാ? പണ്ഡ അസ്യ അസ്തി ഇതി പണ്ഡിത. എന്താ പണ്ഡ? ആത്മവിഷയികാ ബുദ്ധി. ആത്മവിഷയികമായ ബുദ്ധിക്കാണ് പണ്ഡ എന്ന് പറയുക. നമ്മളെ നാട്ടിൽ ഇപ്പൊ പണ്ടാരം എന്നൊക്കെ പറയാറില്ലേ? സത്യം പറഞ്ഞാൽ നല്ല വാക്കാന്ന് എനിക്ക് തോന്നുന്നത് അല്ലേ. പണ്ട അരിയാണെങ്കിൽ അർത്ഥം മാറും അല്ലേ. പണ്ടയുടെ അരി, ആത്മവിഷയികയായ ബുദ്ധിയുടെ ശത്രു പണ്ടാരി. പക്ഷെ അത് പാചകക്കാരനായിട്ട് മാറി പണ്ടാരി എന്ന് പറഞ്ഞു അല്ലേ. ഇവിടെയൊക്കെ പറയാറില്ലേ പണ്ടാരി, പാചകക്കാരന്. അപ്പോ പണ്ഡിതനാണ് എന്ന് കരുതിയിട്ട് കാര്യമില്ല. എന്ത് വേണം? അനുഭവിക്കുന്ന സുഖങ്ങളെ ശാശ്വതങ്ങളല്ല എന്ന് തിരിച്ചറിയണം. പറഞ്ഞുകൊണ്ടിരിക്കുന്നല്ലേ, തിരിച്ചറിയോ? യഥാ ന പശ്യത്യയഥാ ഗുണേഹാം സ്വാർത്ഥേ പ്രമത്തഃ സഹസാ വിപശ്ചിത്. ഇതെന്തെങ്കിലും തിരിച്ചറിഞ്ഞാൽ മതി എന്നല്ല പറഞ്ഞത്. സഹസാ, പെട്ടെന്ന് തിരിച്ചറിഞ്ഞോളാം. വൈകിയാൽ കൂടുതൽ അപകട. വൈകിയാൽ സഹസാ, ഇതപ്പം കേട്ടു മനസ്സിലായി, ഇപ്പം തുടങ്ങിക്കൊള്ളുക. സഹസാ വിപശ്ചിത് ഗതസ്മൃതിർവിന്ദതി തത്ര താപാൻ ആസാദ്യ മൈഥുന്യമകാരമജ്ഞ. ഇന്ദ്രിയ സുഖങ്ങളൊക്കെ നൈമിഷികങ്ങളാണ്, ചില നിമിഷങ്ങൾക്ക് വേണ്ടി മാത്രം അനുഭവിക്കാൻ പറ്റിയതാണ്, അതിലപ്പുറം ഒന്നുമില്ല എന്ന് തിരിച്ചറിഞ്ഞ് കർമ്മങ്ങളിൽ നിന്നും പിന്തിരിഞ്ഞുകൊണ്ടിരിക്കണം. പലതും നമുക്ക് കാണുമ്പോൾ ശരിയാണെന്ന് തോന്നും, പല സുഖങ്ങളും അല്ലേ. വീടിനകത്തുള്ള പ്രശ്നങ്ങൾ ഇതാണ് ശരി തോന്നും. പക്ഷെ അതൊക്കെ നമ്മളെ പെടുത്തുന്നതാണ് എന്ന് തിരിച്ചറിയാം. ഇപ്പോൾ രാത്രി ഇരുട്ടത്ത് പോകുമ്പോൾ പറയാറില്ലേ, ഒരു കയറ് വളഞ്ഞു കിടക്കുന്നുണ്ട്, നമ്മളതെന്ത് വിചാരിച്ചു? ഹായ് കയറ് എന്ന് പറഞ്ഞോ? പാമ്പ് എന്നാ പറയണത്. വാസ്തവത്തിൽ അത് പാമ്പാണോ?
ആണോ? അല്ല, അതൊരു കയറാണ്. നമ്മൾ തന്നെ പകൽ കൊണ്ടിട്ടാ, നമുക്ക് ഓർമ്മയില്ല. പക്ഷേ ഇരുട്ടത്ത് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇതുപോലെ ഈ വിഷയസുഖങ്ങളൊന്നും വാസ്തവികങ്ങളല്ല എന്ന് തിരിച്ചറിഞ്ഞ് വേണം നമ്മൾ ജീവിക്കാൻ. അടുത്തേക്ക് പോവാം. നോക്കൂ, ഇതിൽ ഈ പറഞ്ഞ ശ്ലോകത്തിൽ അവസാനം മൈഥുന്യമകാരം എന്ന് നമ്മൾ പറഞ്ഞില്ലേ അല്ലേ? അതിൻ്റെ ഒരു രസം കേൾക്കണോ? കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ. അതിങ്ങനെ പറയാൻ തോന്നുക കൂടുതൽ കൂടുതൽ. നാലാളെങ്കിൽ നാലാൾ കേട്ടാൽ ഒരാൾക്കെങ്കിലും അത് ഓടിയാൽ അല്ലേ? ആലോചിച്ച് നോക്കൂ, പണ്ട് വിപ്ലവമൊക്കെ പറഞ്ഞിരുന്ന ഒരാൾ രക്ഷപ്പെടാൻ വേണ്ടി സ്ഥലം വിട്ടുവച്ചാലും ആളിന്ന് എവിടെ എത്തി? മഹാമണ്ഡലേശ്വരനായിട്ട് കേരളത്തിൽ തിരിച്ചെത്തി അല്ലേ? ആലോചിച്ച് നോക്കൂ, ഇൻകിലാബ് സിന്ദാബാദ് വിളിച്ചിരുന്ന ആളാ അല്ലേ? ഇന്നിപ്പം നയിക്കണ ഒരാളായിട്ട് തിരിച്ചു വന്നു. അപ്പൊ പറയാൻ പറ്റില്ല, നമ്മുടെയൊക്കെ ഈ ബന്ധനം എന്നാ പൊട്ടണമെന്ന് പറയാൻ പറ്റില്ല. കാത്തിരുന്നോളാ, പൊട്ടുമ്പോ അങ്ങോട്ട് പൊട്ടട്ടെ. കാരണം എന്താണെന്നറിയോ? സഹസ എന്ന് പറയാൻ കാരണം എന്താ അറിയോ? ഗാത്രം സങ്കുചിതം ഗതിർവിഗളിത ഭ്രഷ്ടാചദന്താവലി ദൃഷ്ടിർനശ്യതി വർദ്ധതേ ബധിരത വക്ത്രഞ്ചലാലായിതം വാക്യം നാദ്രിയത്തെ ന ബാന്ധവജനോ ഭാര്യാ ന ശുശ്രൂഷത്തെ ഹാ കഷ്ടം പുരുഷസ്യ ജീർണവയസ പുത്രോപ്യമിത്രായത്തെ. ഇവിടെ ഇരിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും വാർദ്ധക്യത്തിൽ നമ്മൾ അനുഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ. ഗാത്രം സങ്കുചിതം 92 കിലോ ഉണ്ടായിരുന്നു അല്ലേ? ഇപ്പം എത്രയായി? 34 കിലോ. എൻ്റെ അമ്മമ്മയ്ക്ക് നല്ല ഓർമ്മയുണ്ട്. താമരശ്ശേരിയാണ് അമ്മയുടെ വീട്. അമ്മമ്മ നല്ല തടിയുണ്ടായിരുന്നു. 84 ഉണ്ടായിരുന്നു. കിടപ്പിലായപ്പം ഞാൻ എടുത്തുകൊണ്ടിരുന്നുണ്ട് കുറേ അമ്മമ്മേനെ. ഗാത്രം സങ്കുചിതം, ശൈശവാവസ്ഥയ്ക്ക് ചുരുങ്ങണം. ഗതിർവിഗളിത, കാല് വെച്ചെടുത്ത് കാല് നിൽക്കുവോ? വിഗളിത, മൂന്നാമതൊരു കാല് വേണ്ടി വരും. ഭ്രഷ്ടാചദന്താവലി, 32 നല്ല മുല്ലപ്പൂ പോലുള്ള പല്ലുണ്ടായിരുന്നു. ഇപ്പം വായ തുറക്കാൻ മടിയാ. കാരണം എന്താ? ഭ്രഷ്ടാചദന്താവലി പോയി. പല്ല് പോയാൽ തന്നെ സൗന്ദര്യം പോയില്ലേ? ദൃഷ്ടിർനശ്യതി, കൃഷ്ണമണി നേരക്ക് നിൽക്കുന്നുണ്ടോ? കാണുന്നുണ്ടോ? ഇരുടാണോ പകലാണോ നിശ്ചയില്ല. വർദ്ധതേ ബധിരത, ചെവിയും നേരാമണ്ണല്ല. വക്ത്രഞ്ചലാലായിതം, എപ്പം നോക്കിയാലും ലാല. എന്താ ലാല? ഇങ്ങനെ ഒലിക്കൂലേ കൺട്രോളില്ലാണ്ട്? ചിലരെടുത്ത് ഇങ്ങനെ തുടയ്ക്കൂലേ? ഔ, എന്താ ചെയ്യുക? ആ അവസ്ഥ അതാ, അങ്ങനെ ഒലിക്കും. ഉമിനീര് ക്രമം തെറ്റി ഒലിക്കും. വാക്യം നാദ്രിയത്തെ ച ബാന്ധവജനോ, ബന്ധുക്കളാരും നമ്മളെ വാക്കൊന്നും വിലക്കെടുക്കൂല. കാരണം ഒന്നിനും കൊള്ളാത്ത ആളായി. ഭാര്യാ ന ശുശ്രൂഷത്തെ, വാമഭാഗത്തുണ്ടായിരുന്ന ആള് ഇപ്പൊ വാമഭാഗത്തും ഇല്ല, ദക്ഷിണഭാഗത്തും ഇല്ല, പരിസര പ്രദേശത്തെ ഇല്ല. കുറ്റം പറയല്ല, തിരിച്ചും കിട്ടോ. ആദ്യം പോണത് ആണുങ്ങളാവുകൊണ്ട്. കാരണം അന്ന് 9-10 വയസ്സ് വ്യത്യാസം ഉണ്ടായിരുന്നേ. അപ്പൊ ആ മൂപ്പർ ആദ്യം പോവായിരുന്നു. ഇന്നിപ്പോൾ ഏട്ടനും അനിയത്തിയാണല്ലോ. അപ്പോൾ ഒരു 6 മാസം 7 മാസം ചിലപ്പോൾ ഒരു വയസ്സ് മൂത്തതൊക്കെയാവും ഭാര്യ. അതൊന്നും വിരോധമില്ലല്ലേ? ഉണ്ടോ? അപ്പം അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയാം. ഉപമ പറയുമ്പോൾ ഭർത്താവ് ഭാര്യ, അങ്ങനെ അത് പറഞ്ഞേ ഉള്ളൂ. ഇനി എന്നെ തെറ്റിദ്ധരിക്കരുത്. ഭാര്യ ന ശുശ്രൂഷത്തെ, തിരിഞ്ഞു നോക്കില്ല. കാരണം എന്താ? അമ്മയ്ക്ക് ഇപ്പോഴും ഇത് മുഖത്ത് തേക്കുന്ന പരിപാടി ഉണ്ടേ. ഭാഗവത സപ്താഹത്തിന് പോവുകയാണെങ്കിലും എന്തൊക്കെ ക്രീമൊക്കെ തേച്ചിട്ടാണ് പോവുക. രാവിലെ 4:30 മണിക്ക് എണീറ്റ് കണ്ണാടിയിൽ നോക്കുക. 6 മണിക്ക് സഹസ്രാമത്തിന് എത്തണം. അപ്പോഴാണ് ഇവിടെ 2 വെളുപ്പ് കണ്ടത്. മോളെ അതിങ്ങിട്ടെടുത്ത ട്യൂബ്. അല്ല, തമാശയല്ല, വാസ്തവാണ് ഇതൊക്കെ. വാസ്തവ തിരിച്ചറിയണം. അതാണ് അയഥ ന പശ്യതി. ഒന്നുമില്ല എന്നുള്ളത് തിരിച്ചറിയണ്ടേ? അല്ലെങ്കിൽ പിന്നെ എന്ത് ഭാഗവത ഉണ്ടോ? ഇതിലെന്തെങ്കിലും ഉണ്ടോ?
അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത് മൈഥുന്യമകാരം. ഇതാണ് ഈ പറഞ്ഞതാ ഇതിൻ്റെ അവസ്ഥ, അതിൻ്റെ ഫലം. എന്ന് രക്ഷപ്പെടണമെങ്കിൽ എന്ത് വേണം? ഇതൊന്നും ശരിയല്ല എന്ന് തിരിച്ചറിഞ്ഞോളാം. നോക്കൂ അടുത്തത്. പുംസസ്ത്രിയാ മിഥുനീഭാവമേതം തയോർമിഥോ ഹൃദയഗ്രന്ഥിമാഹു അതോ ഗൃഹക്ഷേത്രസുതാപ്തവിത്തൈഃ ജനസ്യ മോഹോയമഹം മമേതി. പുംസസ്ത്രിയാ മിഥുനീഭാവമേതം തയോർമിഥോ ഹൃദയഗ്രന്ഥിമാഹു അതോ ഗൃഹക്ഷേത്രസുതാപ്തവിത്തൈഃ ജനസ്യ മോഹോയമഹം മമേതി. പുംസഃ സ്ത്രിയാ മിഥുനീഭാവം ഏതം തയോഃ മിഥഃ ഹൃദയഗ്രന്ഥിം ആഹുഃ അതഃ ഗൃഹക്ഷേത്രസുത ആപ്തവിത്തൈഃ ജനസ്യ മോഹഃ അയം അഹം മമ ഇതി. നോക്കൂ, പുംസഃ സ്ത്രിയാ മിഥുനീഭാവം ഏതം തയോഃ ഹൃദയഗ്രന്ഥിം ആഹു. സ്ത്രീക്ക് പുരുഷനോട് തോന്നുന്ന ഈ ആകർഷണം ഉണ്ടല്ലോ അല്ലേ? എന്തൊക്കെ ധാർമ്മിക കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന ആളാണ്, പണ്ഡിതനാണ് എങ്കിലും വീട്ടിലെത്തിയാൽ ആരായി? ഭർത്താവായി, ഗൃഹസ്ഥനായി ഇല്ലേ? ഇത് വല്ലാത്തൊരു പെടലാ നമ്മൾ പെട്ടിരിക്കണത് അല്ലേ? സത്യം. എന്നാ നിർവഹിക്കണ്ടേ കർമ്മങ്ങള്, ദായിത്വങ്ങള്, ഉത്തരവാദിത്തങ്ങള് നിർവഹിക്കണം. അങ്ങനെ നിർവഹിക്കാൻ തുടങ്ങുമ്പോൾ അതിന് രക്ഷപ്പെടാൻ പറ്റുമോ? ഇല്ല. അപ്പൊ പുംസഃ സ്ത്രീയാ മിഥുനീഭാവം ഏതം, ഈ സ്ത്രീ പുരുഷന്മാരുടെ ഈ ഒന്നിച്ചിരിക്കല്, ഈ ഒരുമ, ഈ യുഗളാവസ്ഥ, ഇതിനെയാണ് ഹൃദയഗ്രന്ഥി എന്ന് പറയുക. തയോഹോ മിഥഃ ഹൃദയഗ്രന്ഥി. ഹൃദയങ്ങളെ ഗ്രഥനം ചെയ്യുക, കൂട്ടി ബന്ധിപ്പിക്കുക. അതുകൊണ്ടാണ് കുറേ പേജുകളെ ഒന്നിച്ച് ഗ്രഥനം ചെയ്യുന്നത് കൊണ്ടാണ് പുസ്തകത്തിന് ഗ്രന്ഥം എന്ന പേര് വന്നത്. ഗ്രഥനം. സ്ത്രീയുടെ ഹൃദയത്തെ പുരുഷന്റെ ഹൃദയവുമായിട്ട് കൂട്ടിയോജിപ്പിച്ച അവസ്ഥ ആണ് ഹൃദയഗ്രന്ഥി. പുംസസ്ത്രിയാ മിഥുനീഭാവമേതം തയോർമിഥോ ഹൃദയഗ്രന്ഥിമാഹു. അങ്ങനെ ആകുമ്പോഴുള്ള കുഴപ്പം എന്താണെന്നറിയോ? ഇത് കൂട്ടി യോജിപ്പിച്ചു കഴിഞ്ഞാൽ, അതഃ യോജിപ്പിച്ചു കഴിഞ്ഞാൽ ഗൃഹക്ഷേത്രസുതാപ്തവിത്തൈഃ ജനസ്യ അഹം മമ ഇതി അയം മോഹഃ. നമുക്കൊക്കെ എൻ്റെ 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 എന്നൊക്കെ വിചാരം വരുന്നുണ്ടല്ലോ. ഇത് ആ മൂപ്പരുണ്ടാക്കിയതാ, ആ മൂപ്പരും നമ്മളും കൂടി ഉണ്ടാക്കിയ കുഴപ്പാ, അല്ലെങ്കിൽ ആ മൂപ്പത്തിയും നമ്മളും ഉണ്ടാക്കിയ കുഴപ്പാ, അല്ലെങ്കിൽ കുട്ടികളുണ്ടോ, വേറെ കുട്ടികളുണ്ടോ, ഒന്നുമില്ല. ആ ചിന്തയെ നമുക്ക് വരില്ല. തുടങ്ങി വെച്ചൊക്കെ നമ്മൾ തന്നെയാണ്. അതാണ് പറഞ്ഞത്. ഈ മിഥുനീഭാവം, ഈ ഹൃദയഗ്രന്ഥി എങ്ങനെ വന്നു? നമ്മൾ കൽപ്പിച്ചുകൂട്ടിണ്ടാക്കിയതാ. ഈ ഹൃദയ ബന്ധനം കൊണ്ട് എന്ത് സംഭവിച്ചു? ഗൃഹം മമ ഗൃഹം, എൻ്റെ വീട് ഉണ്ടാക്കിയിട്ട് 12 കൊല്ലമായി. പക്ഷെ ഓരോ കൊല്ലവും അതിൻ്റെ മുകളിൽ എന്തെങ്കിലും തോണ്ടി തേക്കും അല്ലേ? അവിടെ ഒന്ന് നീട്ടി, ഇവിടെ ഒന്ന് നീട്ടി, അവസാനം നല്ല വാസ്തുവിലുണ്ടാക്കിയ വീടാ, ഇതെല്ലാം കൂടി പിടിച്ച് വലിച്ച് നീട്ടിയ മാതിരി ഇപ്പോൾ കോലം കെട്ട് കിടക്കും. എന്നിട്ടോ സ്വൈര്യം, മനസമാധാനം നഷ്ടപ്പെടുകയും ചെയ്യും. അതാണ് എൻ്റെ വീട് എന്ന ചിന്ത വന്നാൽ. അതോ ഗൃഹ ക്ഷേത്രം, എൻ്റെ സ്ഥലം, എൻ്റെ പറമ്പ്. നമ്മൾ വായുവിൽ സൃഷ്ടിച്ചോന്നല്ല, കാരണവന്മാരായിട്ട് സമ്പാദിച്ചത് നമുക്ക് നമ്മുടെ പേരിൽ എഴുതി വെച്ചു, ഇത്രയേ ഉള്ളൂ. പക്ഷെ പറയെന്താ? എൻ്റെ പറമ്പിലേക്ക് കയറരുതിട്ടോ എന്നാ പറയാ. താൻ ഉണ്ടാക്കിയത്. ആ മണ്ണിൽ കിടക്കണ ആ പൊത്തിലുള്ള പാമ്പും പറയും ഇത് എൻ്റെ മണ്ണാന്ന്. അപ്പൊ നമ്മളെക്കാളും ഭേദം അതന്നെയാ അല്ലേ?
അതിൻ്റെ ചേരം അതിൻ്റെ പറമ്പ്, നമ്മളെ ചേരം നമ്മുടെ പറമ്പ്. വാസ്തവത്തിൽ ഇത് ആരുടെയാ? ആലോചിച്ച് നോക്കണം. അതാ പറഞ്ഞത്, ഒരു 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 നടൻ എപ്രകാരം നടിക്കുന്നുവോ അങ്ങനെ ജീവിച്ചോളുക. എൻ്റെ ആണെന്ന് ധരിച്ച് ഞാൻ അങ്ങനെ കൊണ്ടു കിടക്കുക. ആ ധരിക്കലേ പാടൂ. എൻ്റെ ആണെന്നുകൊണ്ട് പറഞ്ഞൊന്നും പോണ്ട. ഇറങ്ങടാ ഇവിടുന്ന്, എൻ്റെ വഴിയിൽ നിന്ന് ഇറങ്ങടാ. എന്ത്? ഇതൊക്കെ തന്നെയാണ് വിഷയം. അപ്പം ഗൃഹക്ഷേത്രം എൻ്റെ സ്ഥലം, എൻ്റെ വയല്. സുത എൻ്റെ മക്കള്, എൻ്റെ മക്കള്. ആപ്തവിത്തം സമ്പാദിച്ച പൈസ, പണം. ഇത്രയും കാലം കൊണ്ട് ഞാൻ സമ്പാദിച്ച പണം. ഇപ്പം എൻ്റെ വീട്, എൻ്റെ പറമ്പ്, എൻ്റെ മക്കള്, ഞാൻ സമ്പാദിച്ച പണം. അതിനോടൊക്കെ ജനങ്ങൾക്ക് നമുക്ക് എന്തുണ്ടാവും? അയം മമ, അഹം മമ, ഇത് എൻ്റെയാണ്. കഴിഞ്ഞ ആഴ്ചയും കൂടി ആരോ പറഞ്ഞു, മാഷേ ഇതാ നോക്കൂ, ഇതൊക്കെ എൻ്റെ സ്ഥലമാട്ടോ. ഇതാ എവിടെ? ആ മതിൽ കാണുമല്ലോ. അല്ലല്ല, ആ മതിലിൻ്റെ അപ്പുറത്തേക്കും ഉണ്ട്. ഒക്കെ എൻ്റെ സ്ഥലം. ഞാൻ നോക്കി ചിരിച്ചു അല്ല, എന്ത് ചെയ്യാനാ? അപ്പം നാളെ ആൾ അടിച്ചു പോയാൽ പിന്നെ അയാളുടെ സ്ഥലം ഇവിടെ പോയി. ഇനി മകൻ പിന്നെ അങ്ങനെ പറയും. ഇത്രയേ ഉള്ളൂ. അപ്പോൾ പുംസസ്ത്രീയാ മിഥുനീഭാവം ഏതം തയോഹോ ഹൃദയഗ്രന്ഥിം ആഹു. ഈ ഹൃദയങ്ങളുടെ ബന്ധനമാണ് ഹൃദയഗ്രന്ഥി എന്ന് പറയുന്നത്. ആ ഹൃദയഗ്രന്ഥി കൊണ്ടാണ് എൻ്റെ വീട്, എൻ്റെ സ്ഥലം, എൻ്റെ മക്കള്, എൻ്റെ സമ്പാദ്യം എന്നുള്ള ഞാൻ കേന്ദ്രിതമായ ചിന്ത നമുക്ക് വരണത് എന്ന് ചുരുക്കം. കൃത്യമായില്ലേ? അപ്പം ഇത് പോണെങ്കിൽ എന്ത് വേണം? ഒക്കെ അറിയാം, പക്ഷെ നമ്മളതിന് തയ്യാറല്ല. ഈ കുഞ്ചിരാമന്മാരെ പോലെയാണ് നമ്മൾ. ഈ ഹൃദയഗ്രന്ഥി വന്നാലുള്ള പ്രശ്നം എങ്ങനെയാണ്? ആടട കുഞ്ചിരാമ, ചാടട കുഞ്ചിരാമ, അല്ലേ? ഈ പാലക്കാട് ഭാഗത്താണ് കൂടുതലുള്ളത്. ഈ വേനൽക്കാലമായാലേ ഒരു മൊച്ചയും കൊണ്ട് ഇങ്ങനെ വരും. എന്താ പറയുക? കുറവന്മാരോ പശവന്മാരോ, അല്ലേ? പിന്നെ ഒരു വിഭാഗമല്ലേ കുറവന്മാരെന്ന് പറയില്ലേ? ഇപ്പം ഒന്നും ഇല്ലത്. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് മലപ്പുറത്തൊക്കെ വന്നിട്ടുണ്ട്. ചെറിയൊരു മൊച്ച, അത് ആ ചങ്ങാതിൻ്റെ തോളത്ത് കയറിയിരിക്കുന്നുണ്ടാവും, ഒരു കയറും ഉണ്ടാവും. മുറ്റത്ത് വന്നു കഴിഞ്ഞാൽ മൂപ്പര് താഴേക്ക് ഇറങ്ങും. എന്നിട്ട് നമ്മളെ വിളിക്കും, ഇരിക്കൂ. ഇവിടെ ഇരുന്ന ആൾ പേൻ നോക്കി തരുന്ന പറയും. നമുക്ക് പേടിയാവും. പക്ഷേ ഈ ചങ്ങാതി നമ്മളെ മേൽ കയറിയിട്ട് പേനൊക്കെ നോക്കി എടുത്തിട്ട് ഇങ്ങനെ വെറുതെ, അതിനങ്ങനെയാണ് പഠിപ്പിച്ചത്. ഇങ്ങനെ വലിക്കുക തിന്ന. പേനൊന്നും ഉണ്ടാവില്ല, നമ്മളെ തൃപ്തിപ്പെടുത്താനാണ്. അങ്ങനെ അത് കഴിഞ്ഞ് അതിനോട് കുറേ ഗോഷ്ഠിയൊക്കെ കാണിക്കാൻ പറയും. വളയം ചാടും, ഒക്കെ ചാടും. അവസാനം ആ കുരങ്ങനോട് അയാൾ പറയും, എടാ എൻ്റെ അമ്മായിയമ്മ ചത്ത വിഷമൊന്ന് കാണിച്ചു കൊടുക്ക്. അപ്പം ആ കുരങ്ങൻ ഇരുന്നിട്ട് അതിന് അമ്മായിയമ്മ ഉണ്ടോ? ഇനി ഉണ്ടെങ്കിൽ തന്നെ അത് മരിച്ചുവോ? പിന്നെന്താ കാണിച്ചു കൂട്ടിയത്? ആ കരയുമ്പോഴും ആ കുരങ്ങൻ പിന്നിലേക്കൊരു നോട്ടമുണ്ട്. ആരെയാ നോക്കണത്? കുറവൻ്റെ വടി. അതുകൊണ്ട് നടുപ്പുറത്തൊന്ന് കിട്ടും. അത് കിട്ടാതിരിക്കണമെങ്കിൽ എന്നിങ്ങനെ ഗോഷ്ഠി കാണിച്ചുകൊണ്ടിരിക്കുക. ഇതാണ് കുടുംബത്തിലെ അവസ്ഥ, അല്ലേ? സത്യല്ലേ? മറ്റുള്ളവനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഓരോ വേഷം കെട്ടുകയാണ്. വേറൊന്നുമല്ല. എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്, എൻ്റെ വീട്, എൻ്റെ മക്കള്, എൻ്റെ സ്ഥലം, ഇങ്ങനെയൊക്കെയുള്ള ആ കുരങ്ങന്മാർ, ആ കുഞ്ചിരാമന്മാർ. അപ്പം ആ ഭാവത്തിൽ നിന്ന് നമുക്ക് മാറണമെങ്കിൽ നമ്മൾ എന്ത് വേണം? ആത്മതത്വജിജ്ഞാസ ഭവേത്. ആത്മാവിനെ കുറിച്ച് അറിയാൻ ശ്രമിക്കണം. ആ പഴയ രീതിയിലൊന്നും ശ്രമിക്കൊന്നും വേണ്ട. പൂജാമുറിയിൽ പോയിട്ട് നാമജപങ്ങളുമായിട്ട് അങ്ങനെ ദിവസം കഴിച്ചു കൂട്ടിയാൽ മതി. കൂടുതൽ കാര്യങ്ങളിലൊന്നും ഇടപെടാൻ നിൽക്കാതിരിക്കുക. പറഞ്ഞില്ലേ, 60 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ മക്കളെ കാര്യം ഏൽപ്പിക്കുക. അവൻ ചെയ്ത് തെറ്റായിക്കോട്ടെ, ഒരു തെറ്റുന്ന അവൻ ശരിയായിക്കോളും. പിന്നെ അത് തിരുത്താൻ വേണ്ടി നീ ചെയ്തത് തെറ്റ് എന്നും പറഞ്ഞ്, അല്ലേ, അത് പറയാൻ പോണ്ട. പറയുമ്പോഴൊരാൾക്ക് ദേഷ്യം പിടിക്കുക. നമുക്ക് തെറ്റാരെയും പറഞ്ഞു തന്നോ? തെറ്റാന്നുള്ളത് നമ്മൾ ചെയ്ത് ശീലിച്ചല്ലേ. അതുപോലെ മക്കളെ ഒന്ന് വെറുതെ വിടുന്നു. അവർ സ്വയം മനസ്സിലാക്കട്ടെ. സ്വയം മനസ്സിലാക്കുന്ന അറിവിനൊരു വില കൂടും, അല്ലേ? അത് ചളിയാണ്, ചവിട്ടണ്ട എന്നൊരാൾ പറഞ്ഞു. അപ്പോൾ ഒരുത്തൻ ചവിട്ടാതെ അപ്പുറത്ത് കൂടെ പോയി. അവന് ചളി എന്തെന്ന് അറിയില്ല. നേരെ മറിച്ച് സ്വയം ചളി ചവിട്ടി, അയ്യേ, പൈപ്പും വെള്ളം അന്വേഷിച്ച് 1 മണിക്കൂർ നടന്നു. അവസാനം ഒരു കുളം കണ്ടു, കഴുകി. പിന്നെ അവൻ ജന്മത്തിൽ ചളി ചവിട്ടാതെ നോക്കും. അതാണ് സ്വാനുഭവം. അതിന് നമ്മൾ അവസരം ഉണ്ടാക്കി കൊടുക്കുക. പിന്നെ
പുസ്തകത്തിലെ അറിവ് പോലെ തൻ്റെ മസ്തകത്തിൽ കയറ്റി വെച്ച ഒരാൾ എന്നും നമുക്ക് വേണമെങ്കിൽ അർത്ഥമെടുക്കാം. അലമാരയിൽ ധാരാളം പുസ്തകങ്ങളുണ്ട്, അറിവാണതൊക്കെ. പക്ഷെ അതുകൊണ്ട് ആർക്കെങ്കിലും വല്ല പ്രയോജനമുണ്ടോ? ഒരു പ്രയോജനവും ഇല്ല. അത് നമ്മുടെ തലയിലേക്ക് കയറുമ്പോഴാണ് പ്രയോജനമായിട്ട് മാറുക. അപ്പോൾ ഇപ്പോൾ രാവണനൊക്കെ അങ്ങനെയാണല്ലോ, ധാരാളം സർവശാസ്ത്ര ഷഡ്ശാസ്ത്ര വിശാരദം എന്നൊക്കെയാണ് രാവണനെ പറഞ്ഞിരുന്നത്. അപ്പോൾ ആ ജടാടവികൾ അജ്ജൽ അതൊക്കെ അദ്ദേഹത്തിൻ്റെ കൃതിയാണ്. പക്ഷേ സമൂഹത്തിന് വല്ല ഗുണമുണ്ടായോ ആ മനുഷ്യനെ കൊണ്ട്? അപ്പോൾ പാണ്ഡിത്യം അങ്ങനെയുണ്ട്. ഓക്കെ.